നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം. ഞാൻ പ്രദീപ് പിള്ള പുത്തമ്പുലരി തുടങ്ങുകയാണ്. നമുക്ക് ഇന്നത്തെ ദിവസം എന്താണെന്ന് നോക്കാം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങം 13, ചോതി നക്ഷത്രമാണ്. 2025 ഓഗസ്റ്റ് 29 വെള്ളി. ഇന്നത്തെ രാഹുകാലം രാവിലെ 10:53 മുതൽ 12:24 വരെ. ഇന്നൊട്ടേറെ വാർത്തകൾ ഉള്ള ദിവസമാണ്. നല്ല വാർത്തകളുണ്ട്, ഒരൽപ്പം തലവേദനയുണ്ടാക്കുന്ന വാർത്തകളുണ്ട്. ജമ്മുവിലും പരിസരത്തുമുള്ള മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള പ്രളയം തുടരുകയാണ്. ഭാരതത്തിൻ്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് പാകിസ്ഥാൻ നദീതീരത്ത് നിന്ന് 1.5 ലക്ഷത്തോളം ആൾക്കാരെ ഒഴിപ്പിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന എന്താണെങ്കിലും തിരികെ ആ ജീവനുകൾ മനുഷ്യജീവനുകളാണ് എന്ന പരിഗണന നൽകി ഭാരതം കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇങ്ങ് കേരളത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിവിട്ട വിവാദവും രാഹുലിന് പകരക്കാരനെ കണ്ടെത്താനുള്ള കോൺഗ്രസിൻ്റെ തിരക്കിട്ട ശ്രമവും നടക്കുന്നു. ഡൽഹിയിലാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസം 26, 27, 28 ദിവസങ്ങളിലായി സംഘ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള വ്യാഖ്യാനമാല പ്രഭാഷണ പരമ്പര നടക്കുകയായിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങൾ പൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്ജി അതിൽ പറഞ്ഞു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒപ്പം പ്രേക്ഷകർ ദയവായി കാത്തിരിക്കുക. വരും മണിക്കൂറുകളിൽ ഒരു വലിയ അന്വേഷണാത്മക റിപ്പോർട്ടുമായി ജനം TV പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നു. നമ്മുടെ ഐസൻ ജോസ് വയനാടൻ മലനിരകളിൽ യാത്രയിലായിരുന്നു. അവിടെ ചില മരംമുറികൾ നടന്നിരുന്നു. മുട്ടിലിൽ മരം മുറിച്ചിരുന്നു. അതേക്കുറിച്ച് അന്വേഷണം നടന്നിരുന്നു. ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും പായിച്ചു. പല തലകളും തെറിച്ചു. ആ അന്വേഷണം എന്തായി? എവിടെ എത്തി നിൽക്കുന്നു? കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതിൻ്റെ ഉള്ളുകളികളിലേക്ക്, പിന്നാമ്പുറ കഥകളിലേക്ക് വെളിച്ചം വീശുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുമായി ഐസൻ ജോസും വരും മണിക്കൂറുകളിലെത്തും. നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പെട്ടെന്നൊന്ന് നോക്കി വരാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jazz. Happy keeps everybody happy. സർക്കാരിന്റെ അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് ഹൈന്ദവ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നീക്കമെന്നും വിലയിരുത്തൽ. നീക്കം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചവരെ മാത്രം കൂടെ കൂട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ. ഭാരത ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ശേഷം ചൈനയിലേക്ക്. തിരുകേശ വിവാദം വീണ്ടും. ഒപ്പം പിണറായി വിജയന്റെ ബോഡി വേസ്റ്റ് പരാമർശവും ചർച്ചയാവുന്നു. പ്രവാചകന്റെ തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പരാമർശം ഒട്ടേറെ മുസ്ലിം സംഘടനകളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. നിലപാടിൽ ഉറച്ചു നിൽക്കുമോ പിണറായി വിജയൻ എന്ന് ഉറ്റുനോക്കി സമൂഹം. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഐക്യരാഷ്ട്രസഭയിലെ ചരിത്ര പ്രസംഗത്തിന് 25 ആണ്ട്. കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും വിശ്വശാന്തിയുടെയും ശബ്ദം ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയത് 2000 ഓഗസ്റ്റ് 29. ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ച ഏക വ്യക്തിയായി അമ്മ. യുക്രൈനിൽ ഇടപെട്ട യൂറോപ്യൻ യൂണിയൻ. റഷ്യ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണം. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പുടിനോട് ബ്രിട്ടൻ. രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനാര്? യൂത്ത് കോൺഗ്രസിൽ അനിശ്ചിതത്വം രൂക്ഷം. അധ്യക്ഷനാകാൻ കച്ചകെട്ടി KM അഭിജിത്തും അബിൻ വർക്കിയും. ഗ്രൂപ്പ് പോരിൽ വെട്ടിലായി KPCC. സംസ്ഥാനത്ത് മഴ കനത്തേക്കും. എറണാകുളം മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. താമരശ്ശേരി ചുരം വഴി ചെറിയ വാഹനങ്ങൾ കടത്തിവിടും. ഗതാഗതം അനുവദിക്കുക മഴ കുറയുന്ന സമയത്ത്. തീരുമാനം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ.
നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വാർത്തയിലേക്ക് നീങ്ങാം. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് ചർച്ചയും വിവാദങ്ങളും. ഈ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കമെന്നും വിലയിരുത്തലുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചവരെ മാത്രം ഒപ്പം നിർത്തിയാണ് സർക്കാർ നീക്കം. വിനീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ പുരികക്കൊടികൾ ഉയർന്നിരുന്നു. എന്താണ് ഉദ്ദേശ്യം, എന്താണ് ലക്ഷ്യം? എന്തായാലും അയ്യപ്പ ഭക്തരുടെ ക്ഷേമവും വിശ്വാസികളുടെ സംരക്ഷണവും ഒന്നുമല്ല ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതല്ലെങ്കിൽ അവരുടെ മുൻഗണന എന്നുള്ളത് കാലം നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള പ്രചോദനം, എന്തായിരുന്നു ചേതോവികാരം എന്നുള്ള ചോദ്യം ഉയരുമ്പോഴാണ് ബിന്ദു അമ്മിണി രംഗത്തെത്തുന്നത്. ശബരിമല ദർശനത്തിന് സർക്കാർ സുരക്ഷയും സൗകര്യവും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആഗോള ഭക്ത സംഗമത്തിൽ മുൻനിരയിലിരുന്ന് പങ്കെടുക്കാൻ സംവിധാനം ഒരുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തുമായി ബിന്ദു അമ്മിണിയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ ഭക്തസംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ അവരെ ആരെയും ഇക്കാര്യം അറിയിച്ചിട്ടില്ല, ഔപചാരികമായി ക്ഷണിച്ചിട്ടില്ല എന്ന വാദവുമായി അല്ലെങ്കിൽ ആ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പുച്ഛം നിറഞ്ഞ മറുപടി: ഭക്തർക്കും വരാം, അയ്യപ്പൻ്റെ ആൾക്കാർക്കും വേണമെങ്കിൽ വരാമെന്ന്. വിനീഷ്, എന്തൊക്കെയാണ് പുതിയ ഡെവലപ്മെൻറ്റ്സ്? ഗുഡ് മോർണിംഗ് പ്രദീപ്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അയ്യപ്പ ഭക്ത സംഗമം എന്നതിനുള്ള പ്രധാന ലക്ഷ്യം എന്ന് നമുക്ക് പ്രധാനമായും വിവിധ കോണുകളിൽ നിന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തുന്ന ആക്ഷേപം ഇത് തന്നെയാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് നീങ്ങുന്നത്. അല്ലാതെ ഹൈന്ദവ ആചാരങ്ങളെ സംരക്ഷിക്കാനോ സനാതന ധർമ്മങ്ങളെ സംരക്ഷിക്കാനോ അല്ല എന്നതാണ് എടുത്തു പറയുന്ന പ്രധാന ആക്ഷേപം. വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനകം തന്നെ ഈ ഒരു ആക്ഷേപവുമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇലക്ഷനെ CPM നേരിടേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ PR ടീമിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയ ചീട്ട് നാടകമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കാരണം നിലവിൽ ഹിന്ദുക്കളെ വിഭജിച്ചുകൊണ്ട്, രണ്ട് തട്ടിലാക്കി ഹിന്ദുക്കളെ വിഭജിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾക്കിടയിൽ വലിയൊരു അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അയ്യപ്പ ഭക്ത സംഗമം പ്രധാനമായും പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും സനാതനധർമ്മത്തെക്കുറിച്ചും ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും ശബരിമല ആചാരങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ മുൻനിരയിൽ കൊണ്ടുവന്ന് അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള നീക്കമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്റ്റാലിൻ ഇപ്പോൾ തന്നെ ആ ഒരു തൽക്കാലത്തേക്ക് അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് എത്തുന്നില്ല, താൻ പിന്മാറുന്നു എന്ന് സർക്കാരിനെ തന്നെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഒപ്പം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിക്കൂ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ആ പ്രതികരണം നമുക്ക് കാണാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തു പറയേണ്ടതാണ്. കാരണം ഭക്തരായിട്ടുള്ളവർ വന്നോട്ടെ, അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്നവർ സംഗമത്തിൽ എത്തിക്കോട്ടെ എന്നതായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വലിയ ആക്ഷേപങ്ങൾ, ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയെന്ന ആക്ഷേപം നടത്തിയിരുന്നു. അതിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ തരത്തിലുള്ള പരാമർശം. എന്തായിരുന്നാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള സനാതനധർമ്മത്തെയും ഹിന്ദു ആചാരങ്ങളെയും സംരക്ഷിക്കാതെ അതിന് വിരുദ്ധമായി നിന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിനാണ് ഇപ്പോൾ സർക്കാർ ഒരുക്കമിടുന്നത്. ഒപ്പം തന്നെ ഇതുവരെയും മറ്റു സാമുദായിക സംഘടനകളെയോ ഹിന്ദു സംഘടനകളെയോ വിളിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ദേവസ്വം പ്രസിഡന്റ്, പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയത്
അയ്യപ്പ ഭക്ത സംഗമത്തിന് നിലവിൽ ഞങ്ങൾ സാമുദായിക സംഘടനാ അംഗങ്ങളെ വിളിക്കും, മറ്റേ ഹിന്ദു സംഘടനകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇവർ ആരെയാണ് വിളിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി BJP-യിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു ആചാര ലംഘനം നടന്ന സമയത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം അനിവാര്യമാണെന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്ന സമയത്ത് അതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രതിരോധം തീർത്തത് ഹൈന്ദവ സംഘടനകളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കീഴിലുള്ള പരിവാർ ഹൈന്ദവ സംഘടനകളാണ്. ഒപ്പം തന്നെ ദേശീയത ഊന്നിപ്പിടിക്കുന്ന BJP അടക്കമുള്ള സംഘടനകൾ ശക്തമായി തന്നെ അന്ന് ആചാര ലംഘനത്തെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അത് BJP-ക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന് രാഷ്ട്രീയ വിലയിരുത്തൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ PR ടീമിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഹൈന്ദവ വോട്ടുകൾ പ്രത്യേകിച്ച് BJP-യിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന വിലയിരുത്തലും ഇപ്പോൾ സംസ്ഥാനത്തുടനീളം രാഷ്ട്രീയമായ ഒരു വിലയിരുത്തൽ സർക്കാർ തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്ത സംഗമവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിരുദ്ധതയും ഒപ്പം തന്നെ ആചാര ലംഘനവും നടത്തുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആ തരത്തിലുള്ളവരെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ഇരട്ടത്താപ്പാണ് എന്ന ആക്ഷേപമാണ് BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, വിനീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും വിശകലനവുമായി രംഗത്തെത്തിയത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്തേ. സദാനന്ദൻ നെടുന്തലം ജി, സന്ദീപ് രാമചന്ദ്രൻ V, രാജൻ ചെങ്കാട്ട്, ഉഷ ജി, പ്രദീപ് PP, സേതുമാധവൻ, എല്ലാവർക്കും നമസ്തേ. നമുക്ക് ഈ ഭക്തസംഗമം സംബന്ധിച്ച വാർത്തകൾ അവസാനിക്കുന്നില്ല. അയ്യപ്പ ഭക്ത സംഗമത്തിന് പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ചത് വലിയ തമാശയെന്ന് BJP തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷയും സിനിമാ താരവുമായ ഖുഷ്ബു സുന്ദർ. ദൈവം ഇല്ലെന്ന് പറയുന്നവരെയാണ് അയ്യപ്പ ഭക്ത സംഗമത്തിന് വിളിച്ചത്. എന്ത് ധൈര്യത്തിലാണ് കേരള സർക്കാർ സ്റ്റാലിനെ ഇത്തരമൊരു പരിപാടിയിലേക്ക് വിളിച്ചത്? അയ്യപ്പന് വേണ്ടിയും ഹൈന്ദവ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവരെ ഒഴിവാക്കി സ്റ്റാലിനെ വിളിച്ചത് പരിഹാസ്യമെന്നും ഖുഷ്ബു ജനം TV-യോട് പറഞ്ഞു. മാത്രമല്ല, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നും ഖുഷ്ബു പാലക്കാട്ട് പ്രതികരിച്ചു. കാണാം ആ എക്സ്ക്ലൂസീവ് അഭിമുഖം അരുണാലത്തൂരുമായി. BJP-യുടെ തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷയും സിനിമാ താരവുമായ ഖുഷ്ബു സുന്ദർ അവരിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. നമ്മൾ ജനം TV-യോടൊപ്പം ചേരുകയാണ്. പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. പാലക്കാട്ടെ മണ്ണിൽ നിരവധി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു MLA-യുടെ രാജിയുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ MLA-ക്കെതിരെയാണ് വലിയ ഗുരുതര ആരോപണങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മുൻപ് കോൺഗ്രസിൽ പ്രവർത്തിച്ച് പിന്നീട് BJP-യിൽ എത്തിയ ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ തമിഴ്നാട് ചുമതല വഹിച്ചതായിരുന്നല്ലോ, നാഷണൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ விஷயத்தைக்கு எங்கேனே കാണുന്നത്? நான் ஒரே ஒரு விஷயம் சொல்வேன். ஒரு பெண்களுக்கு எதிராக இந்த மாதிரி கொடுமைகள் நடக்கும்போது நீங்கள் கட்சி ரீதியாக அதை பார்க்கவே கூடாது. பெண்களுக்கு கொடுமையாக இருக்குது. நான் முன்னாடி காங்கிரஸில் இருந்திருக்கேன், அதனால தான் இப்போ BJP-யில் இருக்கேன், அதனால் கடுமையாக விமர்சிப்பேங்கிறது கிடையாது. ஒரு பெண்ணாக ஒரு பெண்ணுக்கு எதிராக ஒரு பிரச்சனைகள் நடக்கும்போது நான் குரல் கொடுப்பேன். அப்படி பார்த்தீங்கன்னா ராகுல் அவர்கள் இங்கே பால்காட்டில் இருக்கிறது சிட்டிங் MLA, அவர் மேலே ஒரு குற்றச்சாட்டில் பல குற்றச்சாட்டுகள் இருக்குது. அவருடைய வாய்ஸ் மெசேஜஸும் எல்லாமே ஆடியோ கிளிப்ஸ் எல்லாமே வெளியில் ஆயிருக்கு. ஸோ எந்த அளவுக்கு ஒரு கொடுமைகள் பெண்களுக்கு தன்னுடைய அதிகாரத்தை வச்சுட்டு பெண்களை எந்த அளவுக்கு மிரட்டியிருக்காரு, தனக்கு சாதகமாக பெண்களை வந்து பயன்படுத்தியிருக்கிறாரு, அப்படியெல்லாம் பார்க்கும்போது நிச்சயமாக அவர் வந்து இந்த சீட்டில், அந்த MLA சீட்டில் இருக்கவே கூடாது. ஏன்னா மக்களால் தேர்ந்தெடுக்கப்பட்டவர். ஸோ மக்களால் தேர்ந்தெடுக்கப்பட்டவர் சொல்லும்போது பெண்களும் வாக்களித்திருக்காங்க, தாய்மார்களும் வாக்களித்திருக்காங்க. ஆனால் பெண்களுக்கு, தாய்மார்களுடைய குழந்தைங்களுக்கு எதிராக இப்படி ஒரு செயல் இருக்கும்போது ஹி இஸ் நாட் ஃபிட் டு பி தி MLA. அவர் வந்து ரிசைன் பண்ணணும். മറ്റൊരു കാര്യമുള്ളത്, കേരളത്തിലെ തമിഴ്നാട്ടിലെ മുരുക മാനാട് പോലെ അയ്യപ്പ ഭക്തരുടെ ഒരു മാനാട് നടത്താൻ വേണ്ടി പോകുന്നു. അതിന് സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും സനാതനത്തെ ഒളിക്കണമെന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുള്ള അവരെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ഇപ്പം ഇല്ല, അവർ വരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? കേൾപ്പിപ്പെട്ടിരിക്കുമല്ലോ. இல்லை, இது வந்து ரொம்ப காமெடியாக இருக்குது எனக்கு. இங்கிருந்து உங்கள் கவர்மெண்ட் வந்து எல்ஏ கவர்மெண்ட் அங்கிருந்து ஸ்டாலின் அவர்களை வர சொல்வீங்க. ஸ்டாலின் அவர்களுடைய DMK-லேருந்து நாங்கள் பகுத்தறிவாளர்கள், எங்களுக்கு வந்து சனாதந்தரமான ஒரு லெப்ரசி, ஒரு கேன்சரு, ஒரு கோவிட் போலன்னு அப்படியெல்லாம் சொல்கிறாங்க. இன்றைக்கி ஐயப்பர் பக்தருக்காக வந்து அந்த மாநாட்டை நடத்தும் போது அங்கேருந்து இவங்களை கூப்பிட்றாங்க.
கடவுளே இல்லை சொல்லக்கூடியவங்கள நீங்கள் வந்து ஒரு லட்சக்கணக்கான கோடிக்கணக்கான பக்தர்கள் மனசு புண்படுத்த மாதிரி இங்கே இருக்கிறது கவர்மெண்ட். பினராயி விஜயன் அவர்கள் ஒரு செயல் இருக்குது. இது நீங்கள் எந்த தைரியத்தில் அவங்களை கூப்பிட்றீங்க? எந்த முகம் வச்சுட்டு எங்களுடைய முதலமைச்சர் ஸ்டாலின் அவர்கள் நான் பங்கேற்கிறேன் இப்போ பின்வாங்கிட்டாரு பயந்துட்டு. மக்கள்கிட்டலேருந்து பாஜக வந்து பெரிய குரல் கொடுத்தோடனே மக்கள் முடியாது சொன்னோடனே பின்வாங்கிட்டாரு, நான் வரமாட்டேன். ஆனால் ரிப்ரசன்டேட்டிவ் அனுப்புகிறாரு. நான் ஒன்று கேட்குறேன், கடவுள் இருக்காரா இல்லையா? அந்த நம்பிக்கை உங்களுக்கு இருக்கா இல்லையா? நீங்களே வந்து கோயிலாக வந்து போயிருங்க, உங்கள் குடும்பத்தில் இருக்கிற பெண்கள் கோயிலுக்கு போகிறாங்க, வீட்லேயே பூஜை நடத்துது, நீங்கள் வந்து கையில் கயிறு கட்டிக்கிறீங்க, எல்லாமே பண்ணிக்கிறீங்க. ஆனால் கடவுள் இல்லை. யார் ஏமாத்திட்ருக்கீங்க? நீங்கள் உங்களே ஏமாத்திட்ருக்கீங்களா இல்லை சுற்றி இருக்கிறத மக்கள் ஏமாத்திட்ருக்கீங்களா? எனக்கு புரியல. ഈ മറ്റ് ഹിന്ദു ഓർഗനൈസേഷൻ അവർക്കൊന്നും ഇൻവിറ്റേഷൻ കൂടെ ഈ പരിപാടിക്കില്ല. இல்லையே, அதுதான் எனக்கு புரியல. இவங்களே வந்து கடவுள் இருக்காரா இல்லையானா இவங்களுக்கே தெரியல. கம்யூனிஸ்ட் வந்து ஒரு மாதிரி சுற்றுவாங்க, அவங்களே ஒரு கன்ஃபியூஸ்டு ஸ்டேட் ஆஃப் மைண்டில் தான் இருப்பாங்க. இருக்காங்களா இல்லையா? கடவுள் இருக்கா இல்லையா? இருக்கணும், இல்லைன்னா சொல்லணும், அதை நோக்கி போயிடணும். இருக்காரு ஆனால் இல்லை அப்படின்னா இல்லை ஆனால் இருக்காரு, அவங்களே ஒரு கன்ஃபியூஸ் ஸ்டேட் ஆஃப் மைண்டில் சுற்றிட்டு இருக்காரு. ஸோ அப்படி இருக்கும்போது இன்னைக்கு யாருக்குமே வந்து யாரெல்லாம் அந்த மாநாட்டில் கலந்துக்கணும், யார் அந்த பக்தர்கள் வந்து இருக்கிறாங்களோ, இல்லை யாருக்கு வந்து ஐயப்பன் பக்தர் மேலே அவ்வளோ நம்பிக்கை இருக்கோ, யார் அதுக்காக வேலை செய்கிறாங்களோ, பூஜை செய்கிறாங்களோ, இல்லை ஒரு பெரிய ஹிந்து மாநாட்டு நடக்கும்போது நீங்கள் வந்து யார் யார் கூப்பிடணும் அவங்கெல்லாம் விட்டுட்டு கடவுளே இல்லை நான் சொல்லக்கூடிய ஸ்டாலின் அவர்களே நீங்கள் மாநாடுக்கு கூப்பிட்டீங்கன்னா இது வந்து ரொம்ப வேடிக்கையாக இருக்குது எனக்கு. ഈ തമിഴ്നാട്ടിൽ പുതിയ ചുമതല കിട്ടി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്രത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിജയ് കൂടെ കളത്തിലിറങ്ങിയിട്ടുണ്ട്, മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടാകും കൂടെയൊക്കെ, എത്രത്തോളം ആവേശത്തിലാണ് അവിടെ? இல்லை, விஜய் வந்து இப்போ தான் வந்திருக்கிறாரு. எப்போவுமே சொல்லுவேன், என் தம்பி போல் அவர். அந்த மரியாதை, அந்த அன்பு, பாசம் எப்போவுமே அவர் மேலே இருக்குது. அரசியல் ரீதியாக எதிர்ப்புதிரும் இருந்தாலும் நான் அவருக்கு ஒரே ஒரு விஷயம் சொல்லுவேன், இப்போ தான் வந்திருக்கீங்க, வேகம் நல்லா இருக்குது, ஆனால் வேகம் வந்து சில நேரத்தில் தடுமாறும். ஸோ கொஞ்சம் நிதானமாக போங்க. அடுத்த வருஷம் 26 தேர்தலில் இறங்குறாரு. முதலமைச்சர் கேண்டிடேட் நான் தான் நான் சொல்லி இறங்குறாரு. என்னுடைய வாழ்த்துக்கள். ஆனால் எல்லாமே வந்து இம்மீடியட் வந்தால் நல்லா இருக்காது. மக்கள் தேர்ந்தெடுக்கணும், மக்கள் முடிவு பண்ணுவாங்க யார் முதலமைச்சராக இருக்கணும், எந்த கட்சி ஜெயிக்கணும், மக்கள் தேர்ந்தெடுப்பாங்க. பாஜக எவ்வளோ ஒர்க் பண்ணிட்டு இருக்காங்க? 2026 எப்படி பார்க்குறாங்க? 2026 மக்கள் வந்து ஃபர்ஸ்ட் தமிழ்நாட்டில் இருக்கிற மக்கள் வந்து ரொம்ப உற்சாகத்தோடு இருக்காங்க. ஏன்னா அவங்களே வந்து திராவிடியன் கட்சி போதும், இவங்க வந்து திமுகவுடைய அட்டூழியம் எங்களால் தாங்க முடியல, கடந்த 5 வருஷமாக ஒன்றுமே பண்ணலை, கரெக்டாக தேர்தலுக்கு 6 மாதத்துக்கு முன்னாடி இறங்கி வேலை செய்வாங்க. நாங்கள் இது பண்ணுறோம் அது பண்ணுறோம். ஏன் இதுக்கு முன்னாடி நீங்கள் 4 வருஷம் என்ன பண்ணிட்டு இருந்தீங்க? தூங்கிட்டு இருந்தீங்களா? ஸோ அப்படி இருக்கும்போது இன்றைக்கி நீங்கள் இறங்கி நாங்கள் வேலை செய்கிறோம் சொன்னால் மக்கள் முட்டாள் கிடையாது. ஸோ 4 வருஷமாக வெறும் ஊழல் மட்டும் தான் நம்ம பார்த்துருக்கோம். கரப்ஷன், ஊழல், ஸ்கேம், காசு வாங்குறது, அது மட்டும்தான். இன்றைக்கி தமிழகத்தில் இருக்கிற ஊழல் வந்து அவ்வளோ இருக்குது, எல்லாருக்கும் தெரியும். ஸோ அப்படி இருக்கும்போது யாருமே வந்து இங்கே வர்றதுக்கு தயாராக இல்லை. ஸோ ஐ திங்க் பாஜக பொறுத்த வரைக்கும் மக்களுடைய நம்பிக்கை மிக பெருசாக இருக்குது. பாஜக நிச்சயமாக ஜெயிக்க முடியும்னா ஒரு நம்பிக்கை. அதுவும் எங்களுடைய கூட்டணி இருக்குது, அதிமுக பாஜக கூட்டணி இருக்குது. ஸோ அதிமுக பாஜக கூட்டணி நிச்சயமாக ஜெயிக்கும்னு ஒரு நம்பிக்கை எங்களுக்கு இருக்குது. ரொம்ப நன்றி. താങ്ക് യു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുൾപ്പെടെയുള്ളതാണ് ഖുഷ്ബു സുന്ദർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. പഴയൊരു വിവാദം വീണ്ടും തലപൊക്കുകയാണ്, വളരുകയാണ്. പ്രവാചകന്റെ തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ പരാമർശത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ പ്രവാചകന്റെ മുടിയെ ബോഡി വേസ്റ്റ് എന്ന് അന്ന് പരാമർശിച്ച പിണറായി വിജയൻ്റെ വാക്കും ചർച്ചയാവുകയാണ്. വീണ്ടും തിരുകേശ വിവാദം ചർച്ചയാകുമ്പോൾ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ പിണറായി വിജയൻ എന്നാണ് സമൂഹം ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് കോഴിക്കോട്ട് നിന്ന്. അനഘ ഹർഷൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്, പുത്തമ്പുലരിയിലേക്ക് സ്വാഗതം. എന്തായാലും കേരള സമൂഹം, രാഷ്ട്രീയ സമൂഹം, വിവിധ സംഘടനകളിലൊക്കെ ചർച്ച ചെയ്യുകയും വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്ത വാർത്തയാണ് അനഘ ഒരിക്കൽ കൂടി പൊടി തട്ടി എടുത്തിരിക്കുന്നത്. 1/2 സെന്റിമീറ്റർ വളർന്നു പ്രവാചകന്റെ തിരുകേശം എന്നാണ് കാന്തപുരം അവകാശപ്പെടുന്നത്. ഇത് അന്ധവിശ്വാസം വളർത്തുന്നു, ഇത്തരം നടപടികളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ കഴിഞ്ഞ ദിവസവും അനഘയുടെ വാർത്തയുണ്ടായിരുന്നു. വീണ്ടും വിവാദമാകുന്നു, ചർച്ചയാകുന്നു, വിമർശനം ഉയരുന്നു. അനഘ.
പ്രദീപ് പിള്ള തിരുകേശ വിവാദം അത് 2012 ആദ്യം ഈ തിരുകേശ വിവാദം പ്രവാചകന്റെ മുടി കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വരുന്നത്. ആ സമയത്ത് തന്നെ ഇത് വലിയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെയായിരുന്നു. ആ സമയത്താണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒരു പ്രസ്താവന നൽകിയത്. ഇത്തരത്തിൽ ഈ തിരുകേശ വിവാദം അല്ലെങ്കിൽ ഈ തിരുകേശം മുടി എന്ന് പറയുന്നത് അതെങ്ങനെയാണെങ്കിലും അത് പ്രവാചകന്റേതാണെങ്കിൽ പോലും അത് വേസ്റ്റ് ആണ്, ബോഡി വേസ്റ്റ് എന്നായിരുന്നു ഈ പ്രവാചകന്റെ മുടിയെ പിണറായി വിജയൻ അന്ന് പരാമർശിച്ചിരുന്നത്. ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പിന്നീട് 2020 സമയത്ത് വീണ്ടും പിണറായിയോട് ഈ വിഷയം സംസാരിച്ച സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അന്നും പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പിന്നീട് കാലം കഴിഞ്ഞു. ഇനി 2025 ഇതേ ചോദ്യം പിണറായിയോട് ചോദിക്കുന്ന സമയത്ത് അതേ ഉത്തരം ഉണ്ടാകുമോ എന്നാണ് ഇതിനടിയിൽ വരുന്ന കമന്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നത്. മാത്രമല്ല CPM ഇപ്പോൾ എടുക്കുന്ന കുറെ കാലങ്ങളായി പല വിഷയങ്ങളിലും എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് മതപ്രീണന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഒരു അക്ഷരം പിണറായി വിജയൻ പ്രതികരിക്കില്ല എന്നാണ് ഈ കമന്റ് ബോക്സിൽ അടക്കം വരുന്ന ഒരു തുറന്ന ചർച്ച. മാത്രമല്ല ഇത്തരത്തിൽ ഇത് മുടിയായാലും നഖമായാലും അതൊക്കെ തന്നെ ബോഡി വേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ നഖം വളരും, അത് വെട്ടിക്കളഞ്ഞ അതൊരു ബോഡി വേസ്റ്റ് ആണ്. മുടി അത് തലയിലുള്ളപ്പോൾ ശരിയാണ്, പക്ഷെ അത് മുറിച്ചു കഴിഞ്ഞാൽ അതൊരു ബോഡി വേസ്റ്റ് ആണ് എന്നായിരുന്നു അന്ന് കാന്തപുരത്തിന്റെ ഈ പ്രസ്താവനയോട് CPM പാർട്ടി സെക്രട്ടറി ആയിരുന്നുള്ള പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ നിലപാട് ഇനി ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ കാന്തപുരം കഴിഞ്ഞ ദിവസം മർക്കസിൽ നടന്നിട്ടുള്ള പ്രവാചക പ്രകീർത്തന സദസ്സിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. തന്റെ കൈവശമുള്ള പ്രവാചകന്റെ മുടി തിരുകേശം അത് 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നായിരുന്നു ആ സദസ്സിൽ വെച്ച് കാന്തപുരം പറഞ്ഞത്. ഇത് ആ സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരികയും അത് ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ IUM അതുപോലെ തന്നെയുള്ള ISM പോലുള്ള മുസ്ലിം സംഘടനകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അത് പ്രചരിപ്പിക്കരുത്, അന്ധവിശ്വാസത്തിൽ നിന്ന് ഇത്തരം കാന്തപുരം 1/2 സെന്റിമീറ്റർ മാറി നിൽക്കണം എന്നായിരുന്നു IUML അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വലിയ ചർച്ചയായി. അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ IUML അതുപോലെ തന്നെ ISM തുടങ്ങിയിട്ടുള്ള മുസ്ലിം സംഘടനകൾ തന്നെ ഈ കാര്യത്തിൽ രംഗത്ത് വരുന്നുണ്ട്. കാന്തപുരം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത്, ഇതൊരു നവോത്ഥാന സമൂഹമാണ്, ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു ആ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ് വിശ്വസിക്കാൻ കഴിയുക എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ടത് അന്ന് ഈ വിഷയത്തിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പരാമർശം നടത്തിയ പിണറായി വിജയൻ ഇന്ന് CM ആണ്, മുഖ്യമന്ത്രിയാണ്. ഇന്ന് ഇതേ നിലപാട് ആവർത്തിക്കുമോ തിരുത്തുമോ, ഇതാണ് ഇനി അറിയേണ്ടത്. പ്രദീപ് പിള്ള. അനഘ, ഇതിൽ വളരെ രസകരമായ ചില സംഗതികളുണ്ട്. ഈ നവോത്ഥാന നായകരുടെ ഇന്നത്തെ ഒരു നിലപാട് നമുക്കറിയണം, സാംസ്കാരിക നായകരുടെ നിലപാട് അറിയണം. സാംസ്കാരിക നായകരാരും പ്രതികരിച്ചില്ലേ എന്ന് കഴിഞ്ഞ ദിവസവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ പ്രതികരിച്ചിരുന്നു. അത് മറ്റൊരു വിഷയത്തെ ചൊല്ലിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ ചൊല്ലിയാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ മുസ്ലിം സംഘടനകൾ തന്നെ പറയുന്നു ഇത് അന്ധവിശ്വാസമാണ്, ഇത് വളർത്തരുത്, ഇതല്ല ഇസ്ലാമിൻ്റെ രീതിയെന്ന് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അനഘ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ 2012 അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ വാക്കുകൾ, ഇത് വെറും ബോഡി വേസ്റ്റാണ്, ഇങ്ങനെ വിശേഷിപ്പിക്കരുത്, കൊണ്ടു നടക്കരുത്, ഇത് കേശ തട്ടിപ്പ് എന്നുള്ള നിലയിലൊക്കെയാണ് അന്ന് പ്രചരിച്ചിരുന്നത്. പക്ഷേ കാലം മാറി, പല നേതാക്കളും മാറി. ഇതേ പിണറായി വിജയൻ അബ്ദുൽ നാസർ മഅദനിയുമായി വേദി പങ്കിടുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരു വോട്ട് സമാഹരണത്തിന് ശ്രമിച്ചു. ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ കാലചക്രം ഉരുളുകയാണ്, രാഷ്ട്രീയ ചക്രവും ഉരുളുകയാണ്. പുതിയ കാലത്ത് പുതിയ സമയത്ത് നവോത്ഥാനം ഉണ്ടാക്കാനായി മനുഷ്യമതിൽ തീർത്തു. ശബരിമലയിൽ ആചാരലംഘനത്തിന് അരങ്ങൊരുക്കി, പോലീസ് സുരക്ഷയൊരുക്കി. ഇന്ന് നമുക്ക് അറിയാം കല്ലും നെല്ലും ഇവിടെ തിരിയുമോ എന്ന് നമുക്ക് ഇവിടെ അറിയേണ്ടതുണ്ട്. കാരണം ഇതേ ആർജവം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്താൻ ഞങ്ങൾക്ക് പോകണ്ട, കാത്തിരിക്കാൻ തയ്യാർ, റെഡി ടു വെയിറ്റ് എന്ന് ഭക്തരായ വിശ്വാസികളായ വനിതകൾ പറയുമ്പോൾ ഇല്ല, കയറിയേ പറ്റൂ എന്ന് പറഞ്ഞ് കുറേ പേരെ പോലീസിൻ്റെ കുപ്പായം അണിയിച്ച് ശബരിമലയിലേക്ക് തള്ളിക്കയറ്റിയവർ, നവോത്ഥാനം സംരക്ഷിക്കാൻ മനുഷ്യമതിൽ തീർത്തവർ, അതിൽ അണിനിരന്ന സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ,
സാംസ്കാരിക നായികന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, ഇവരുടെയൊക്കെ അഭിപ്രായം ഇപ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇവർ പ്രതികരിക്കാനെങ്കിലും തയ്യാറാകുമോ, അതിനുള്ള ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ എന്നല്ലേ അനഘ ഹർഷൻ നമുക്കറിയേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ സംഘടനകളാണ് ഇത് വളരെ സത്യസന്ധമായി ധൈര്യത്തോടുകൂടി ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്? ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി. പ്രദീപ് പിള്ള പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത്തരത്തിലുള്ള നവോത്ഥാനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഷയത്തിൽ CPM എടുക്കുന്ന നിലപാട് അത് മതപ്രീണന രാഷ്ട്രീയത്തിൽ ഊന്നി തന്നെയാണ് എന്ന് സമീപകാല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സമസ്ത പോലുള്ള ഒരു മത പണ്ഡിത സഭ, ആ സമസ്തയൊന്ന് കണ്ണുരുട്ടിയപ്പോൾ എടുത്ത നിലപാട് അതേപടി തിരുത്തിയ ആളുകളാണ് CPM. അതായത് സ്കൂൾ സമയമാറ്റ വിഷയം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയം, അങ്ങനെ ഇത്തരത്തിൽ ഒരു മതവിഭാഗം അതിനെതിരെ രംഗത്ത് വന്ന സമയത്ത് ആ എടുത്ത നല്ല നിലപാടുകളൊക്കെ അതേപടി തിരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ സമയം മാറ്റുന്നത് അല്ലെങ്കിൽ സ്കൂൾ വേനൽ അവധി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരം അടക്കമുള്ള ഇത്തരത്തിൽ സമസ്ത അടക്കമുള്ള സംഘടനകളിലെ നേതാക്കൾ ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നു. സ്കൂളിലെ ഈ കാലാവധി, ഈ വേനൽ അവധിയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ സമയത്തും ഇത്തരത്തിൽ അവർക്ക് ചാഞ്ഞുകൊണ്ട് ആ നിലപാടിനോട് അടുക്കുന്ന സമീപനം തന്നെയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിൽ സർക്കാർ സമീപിക്കുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ ആവശ്യമാണെങ്കിൽ അത് അവർക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ്. നിരവധി ഉദാഹരണങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ വിഷയവും ഏറെ പ്രസക്തമാകുന്നത്. ഇത്തരത്തിലൊരു കാലത്ത് ശബരിമലയിൽ വനിതകളെ കയറ്റി നവോത്ഥാനം തീർക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന CPM അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ എടുത്ത നിലപാടിൽ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ തിരുത്തുമോ, അല്ലെങ്കിൽ താൻ അന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയുമോ എന്നതൊക്കെ ഇനിയുള്ള വരും ദിവസം മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. മാത്രമല്ല ഇത്തരം തുടരുക, ദയവായി തുടരുക. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ O അബ്ദുള്ള നമ്മോടൊപ്പമുണ്ട്. ശ്രീ O അബ്ദുള്ള സർ, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തിരുകേശം സംബന്ധിച്ച വിവാദമാണ്. പ്രവാചകന്റെ തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുസ്ലിം സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങയുടെ ഒരു അഭിപ്രായം ഇതേക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഈ തിരുകേശവുമായി രംഗത്ത് വന്നപ്പോൾ ആദ്യമായി പിടികൂടിയത് ഞാനാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കാരന്തൂർ മർക്കസിന് മുമ്പിലൂടെയാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടിരുന്നത്. അന്ന് ഞാൻ അത് കണ്ടപ്പാട് തന്നെ പോയി ലേഖനം എഴുതി. പിന്നെ അന്ധവിശ്വാസത്തിന് ഊഞ്ഞാലാടാൻ ഒരു തിരുകേശം തന്നെ, അതായത് പ്രവാചകന്റെ മുടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയുമില്ല. ഈ സാധനം 1400 കൊല്ലം ഇങ്ങനെ കടന്നു വരണല്ലോ. പ്രവാചകന്റെ വചനങ്ങൾക്ക് തന്നെ വേണ്ടത്ര സുരക്ഷിതത്വമില്ലാത്തതുകൊണ്ട് ഒരു വിഭാഗം പ്രവാചകന്റെ വചനങ്ങളെ നിരസിക്കാത്തത്. അത് പോട്ടെ, ഇത് എവിടെ സൂക്ഷിച്ചു, ആരെ കയ്യിൽ, അത് കൈമാറപ്പെട്ടില്ല, പിന്നീടും കൈമാറിയില്ല എന്ന് തെളിയിക്കാത്തടത്തോളം കാലം അത് പ്രവാചകന്റെ കേസാണ്. എങ്ങനെ പറയാം? അങ്ങനെയാണെങ്കിൽ തന്നെ പ്രവാചകൻ തന്റെ കേശം, തിരുകേശം അത് സൂക്ഷിക്കാനോ അതിനിതാക്കാനോ പറഞ്ഞിട്ടുമില്ല. 2 കാര്യം പറഞ്ഞത്. തലത്ത് വീക്കും അമ്രയും തോതിൽ തമസ്സക്തും ബിഹ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു. അത് ദൈവത്തിന്റെ വിശുദ്ധ ഖുർആനുമാണ്, എന്റെ ചര്യയുമാണ്. എന്റെ മുടി ഞാൻ അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന് ഇപ്പൊ ആ യമൻ നിമിഷാപ്രിയയുടെ വിഷയത്തിൽ ഒരു അല്പം ശ്രദ്ധ കിട്ടി. ആ ശ്രദ്ധ ചൂഷണം ചെയ്തുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കാം. കാരണം അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാവുന്നതെല്ലാം കിട്ടി, ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ബോർഡ് വെച്ച് നടക്കുമ്പോൾ അതിലൂടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, കാരണം ഇവർക്ക് ഈ പുരോഹിതന്മാർക്ക് അന്ധവിശ്വാസത്തിന്റെ ഒരു മറവിൽ, അതായത് ദിവ്യത്വം ചമഞ്ഞുകൊണ്ടും അത് തരത്തിലുള്ള ഒരു തരം ചൂഷണം, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഒറ്റപ്പെടുത്തിയല്ലേ വേണ്ട, അറസ്റ്റ് ചെയ്യണം ഇത്തരം കള്ളത്തരം പ്രചരിപ്പിക്കുന്നവരെ. ദിവ്യന്മാരായി നടിക്കുക, ആ ദിവ്യത്വം സ്വന്തം അവകാശപ്പെടുക, ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇതിനൊക്കെ എതിൽ നിയമം നിർമ്മിക്കണം. കേരളത്തിൽ മാത്രം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തടയാൻ ഒരു നിയമമില്ല. മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടല്ലോ അത്തരം നിയമങ്ങൾ, പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാ വേണ്ടത്, അനുവദിക്കരുത്. ശരി.
നന്ദി. മറ്റൊന്ന് ചോദിച്ചോട്ടെ, 2-3 കാര്യങ്ങൾ അങ്ങയോട് ചോദിച്ചു തരാനുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഇത് അസാധ്യം, ഇത് ശരിയല്ല എന്നുള്ളത്. 2, എന്തുകൊണ്ട് ഇതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം ഞാൻ മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കാം. അന്ധവിശ്വാസം എന്ന് പറയാൻ കാരണം, ഒന്ന് പ്രവാചകന്റേതാണ് ഈ തലമുടി എന്നതിന് ഒരു തെളിവില്ല. ഇതാര് സൂക്ഷിച്ചു? ആരുടെ പക്കൽ 1500 കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നത്? അവിടെ വെച്ച് അത് മാറ്റപ്പെടുകയുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കളഞ്ഞു പോയിട്ടില്ല. പകരം ആരോ കൊണ്ടുവച്ചതാണ് എന്നതിന് തെളിവില്ല. ഇദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നതിന് തെളിവില്ല. അങ്ങനെ തലമുറകളായിട്ട് ആ തിരുകേശം എന്ന് പറയുന്ന ആ സാധനം, വ്യാജമുടി, അത് സുരക്ഷിതമായിട്ടാണ് നമ്മുടെ തലമുറയിലേക്ക് കിട്ടിയത് എന്നതിന് തെളിവാണ് അദ്ദേഹം ഹാജരാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ വചനങ്ങൾ, അതാണ് ഹദീസ് എന്ന് പറയുന്നത്. ഈ വചനങ്ങൾ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി ക്രോഡീകരിച്ച്, അതിനാണ് ബുഖാരി, മുസ്ലിം എന്നൊക്കെ പറയുന്നത്. അതിൽ അവർ പാലിച്ച മര്യാദകൾ പാലിച്ച, ഉദാഹരണമായിട്ട് ഒരാളടുത്ത് ബുഖാരയിൽ നിന്ന് വളരെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് ഒരാളുടെ കയ്യിൽ പ്രവാചകന്റെ ഒരു വചനമുണ്ട് എന്ന് കേട്ടിട്ട് അത് ശേഖരിക്കാൻ വേണ്ടി ഇമാം ബുഖാരി പോയി. അപ്പൊ ആള് ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം തല മറച്ചിട്ടില്ല നമസ്കാരത്തിൽ. ഞാനും മറക്കാറില്ല കേട്ടോ. ആ തല മറക്കാത്തതിന്റെ പേരിൽ ഇയാൾക്ക് വേണ്ടത്ര സൂക്ഷ്മത പോരാ എന്ന് പറഞ്ഞ ആ ഹദീസ്, നബിയുടെ വചനം അയാളിൽ നിന്ന് സ്വീകരിക്കാതെ തിരിച്ചു പോകുന്ന സംഭവങ്ങളുണ്ട്. അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടാണ് പ്രവാചക വചനങ്ങൾ തന്നെ ഉൾക്കൊള്ളുന്നത്. ഈ പെട്ടി ആരുടെ കയ്യിലായിരുന്നു മുടി സൂക്ഷിച്ച? ആർക്കാണ് കൈമാറിയത്? അതിനൊന്നും ഒരു തെളിവില്ല. കാരണം അയാൾ അന്ധമായി വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ യമനി സംഭവത്തിൽ ആ നിമിഷന്റെ കാര്യത്തിൽ ഇടപെട്ടതോട് അയാളുടെ ഒരു സ്റ്റാർ ഒന്നും കൂടി തെളിഞ്ഞു. അപ്പൊ ആ അവസരം ഉപയോഗപ്പെടുത്തിയോട് തന്നെ കൽപ്പിച്ചു കൂട്ടി. പിന്നെ ഇത്തരക്കാരെ ചേർത്ത് പിടിക്കുക എന്ന, അവർക്ക് കുറച്ച് വോട്ടുണ്ടാവും, അത്തരക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് എപ്പോഴും ഏത് കാലത്തും ഏത് സർക്കാരും ചെയ്യാം. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കിട്ടിയാൽ, നമുക്ക് ഒരു കുളം ഒന്നായിട്ട് വാങ്ങുമ്പോൾ മത്സ്യം വാങ്ങുന്നത് എളുപ്പമാണല്ലോ കുളം ഒന്നായിട്ട് വാങ്ങൽ. ആ കുളം ഇദ്ദേഹത്തിന്റെ ഇതിലുള്ള അധീനതയിലുള്ള ഒരു കുളം ഒന്നായിട്ട് രാഷ്ട്രീയക്കാർ കച്ചവടം ചെയ്യാം. എന്നിട്ടാണ് ഇയാളെ പിന്നെ എന്താ പറയാ, ഖാദിഖുല്ലാത്ത് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി ഇല്ല. ഇന്ത്യ ഗ്രാൻഡ് മുഫ്തി ഉണ്ടാകാവുന്നതല്ല. ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമികമായ ഉപദേശങ്ങൾ ഭരണകൂടത്തിന് നൽകുന്ന ആളാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണമല്ല, ഒരു മതേതര ഭരണകൂടമല്ലേ. ഈജിപ്തിൽ ഒരു ഗ്രാൻഡ് മുഫ്തി ഉണ്ട്, അതെങ്കിലും ഇറാഖിലുണ്ട്. അതുപോലെ തന്നെയല്ലോ ഈ ഇന്ത്യ. ആ പ്രയോഗം തന്നെ തെറ്റാ, അതൊന്നും ഉപയോഗിക്കാൻ തന്നെ പാടില്ല. അബ്ദുള്ള സാർ, ദയവായി തുടരുക. ഒരു മിനിറ്റ് മാത്രം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ അങ്ങിലേക്ക്. കാരണം ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളതും ചർച്ചയാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, അങ്ങ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളിൽ കൂടി നമുക്ക് തുടർ ചർച്ച ആവശ്യമാണ്. പുത്തുമ്പലരി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുകേശ വിവാദമാണ്. തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്നുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനമാണ് മുസ്ലിം സംഘടനകളിൽ നിന്ന് വരുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ തുടരുന്നത് ശ്രീ O അബ്ദുള്ളയാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അബ്ദുള്ള സാർ, അങ്ങ് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഈ അങ്ങ് പറഞ്ഞു ഇത് തട്ടിപ്പാണ്, ഇത് അന്ധവിശ്വാസമാണ്, ഇങ്ങനെയൊരു സമ്പ്രദായമില്ല, ഇതിന് തെളിവില്ല എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊരു അന്ധവിശ്വാസം, അതല്ലെങ്കിൽ അസത്യമായ ഒരു ക്ലെയിം കൊണ്ട് നടക്കുന്ന ഒരാളുടെ പിന്നിൽ അണിനിരക്കുന്ന വലിയ ജനക്കൂട്ടം, അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം, ഈ ഭരണ സർക്കിളുകളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് അബ്ദുള്ള സാർ? അതായത് രാഷ്ട്രീയ പാർട്ടികളാണ് വളരെ അധികം പുരോഗമനമൊക്കെ പ്രസംഗിക്കുമെങ്കിലും അവരുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുടെ മുമ്പിൽ ഇവർക്ക് എന്ത് വിഡ്ഢിത്വം അവർ വിഴുങ്ങാൻ തയ്യാറാണ്. അല്ലെങ്കിൽ തൽക്കാലം ആ വിഡ്ഢിത്തത്തെ മറച്ചു വെക്കാനും മറച്ചു പിടിക്കാനും ഒന്നും അവർക്ക് യാതൊരു വൈമനസ്യമില്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വോട്ടുണ്ട്, അങ്ങനെ അന്ധമായ ഇതാക്കുന്ന ഒരുപാട് അനുയായികളുണ്ട് മുസ്ലിം സമുദായത്തിൽ. അവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരിക. അപ്പൊ ഈ ആൾക്കാരെ ഒന്നായിട്ട് നമ്മളിപ്പോ പറയുന്നുണ്ട്, കുളം അടക്കി കച്ചവടം ചെയ്യാം, മീൻ വാങ്ങുന്നതിന് പകരം കുളം ഒന്നായിട്ട് കച്ചവടം ചെയ്യാൻ കിട്ടുക. ഇത്തരം കാര്യങ്ങള് വിവരക്കേടുകൾ വിളിച്ചു പറയരുത്, ദൈവത്തിന് ശിക്ഷ കിട്ടും എന്നതിലൊന്നും ആത്മാർത്ഥമായ ഒരു വിശ്വാസമില്ലാതെ സ്വന്തം പ്രമാണിത്വം, സ്വന്തം മേധാവിത്വം, സ്വന്തം പേര്, ഇതെല്ലാം ഉയർത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ആണ്ടവ്, അതിന് ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കുന്നു. അവരതിനെ തള്ളിപ്പറയാൻ തയ്യാറില്ല എന്നതാണ് ഇത്തരം കാര്യങ്ങൾ പ്രചാരം കിട്ടാൻ കാരണം.
പിന്നെ ജനങ്ങളാവട്ടെ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അവർ നേരെ മുമ്പിലുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വാരിപ്പുണരാൻ എക്കാലത്തും തയ്യാറാ. എന്തൊക്കെയാണ് അയാൾ പറയുന്നത്? അയാൾ ഇന്നാൾ പറയാം, ഞാൻ കേട്ടു, 2-3 തവണ കേട്ടു. ആദവനാട് എന്ന് പറയുന്ന കേരളത്തിലെ സ്ഥലം, ആ സ്ഥലത്ത് ഒരു ഔലിയ, അതായത് ദിവ്യസിദ്ധൻ ഔലിയുണ്ട്. അപ്പൊ അയാളുടെ കബറ്, അയാൾ ജീവിച്ചിരിപ്പില്ല, അയാൾ മരിച്ചു വരും. ഈ ഒരു സ്ത്രീയെ മരിച്ചത് അയാളെ കുടുംബത്തിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടു ചെന്ന് കബറിലേക്കായിട്ട് കൊടുത്തു. കബറിലേക്കായിട്ട് കൊടുത്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ആ സ്ത്രീ അത് അങ്ങനെ എഴുന്നേറ്റ് വരുന്നു. മരിച്ച ആളെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ കള്ളത്തിൽ, എന്നാ പിന്നെ എന്തുകൊണ്ട് ക്യാമറ കൊണ്ടുപോയില്ല? ഒരു 4 ചാനലുകാരെ വിവരം അറിയിച്ചില്ല. എന്നാൽ എന്തുമാത്രം പ്രചാരമാക്കി കിട്ടുമായിരുന്നു. ഇതിപ്പോ ഈ അടുത്തുകൂടി ഞാൻ കേട്ടിട്ട് ഈ പ്രസംഗം, കബറിലുള്ള ആളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ഇതാണ് ഇവരും സുന്നികളും മറ്റൊരു തമ്മിലുള്ള വിശ്വാസം. കബറിലുള്ള ആളെ വിളിക്കാനേ പറഞ്ഞ് അവർ കേൾക്കില്ല എന്ന് ആ പച്ച പറഞ്ഞതാ. ഇന്നക്കലാ തുസ്മയിൽ മൗത്ത. ഞാൻ വെറും ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, ഞാൻ കോളേജിൽ ഇസ്ലാമികമായി ഇവിടുന്ന് പഠിച്ചതിന് പുറമെ വിദേശത്ത് പോയി പഠിച്ച ആളാണ്. ഞാൻ താടി നീട്ടിയിട്ട് ആളുകളുടെ ഇടയിൽ പണ്ഡിത വേഷം കാട്ടി നടക്കുന്നില്ല. കാരണം അവർക്ക് ചില ചൂഷണ നാട്യങ്ങളായതുകൊണ്ടാണ്. ഇയാൾ പഠിച്ച എല്ലാ കിതാബും ഞാനും പഠിച്ചത് അറബി ഭാഷയിൽ. പുറമെ വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. എനിക്കിതെല്ലാം അറബി പറയാനും അറിയാം. ഞാൻ എൻ്റെ വലുപ്പം പറയല്ല, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി പറയാം. അപ്പൊ ഇതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളാണ്. ഇത്തരം ആളുകളെ ഇതിനെ ഇപ്പൊ മഹാരാഷ്ട്ര നിയമം നിർമ്മിച്ചിട്ടുണ്ട് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കാൻ. കേരളം അത് ചെയ്യൂല. കാരണം കേരളത്തിൽ ഇത്തരം ആൾക്കാർ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം ആൾക്കാർ വേണ്ടതുണ്ട്. അവരാണ് ഈ പ്രോത്സാഹിപ്പിക്കുന്നത്. ആദ്യം ഇതിനൊക്കെ പേരിൽ ശിക്ഷിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയാണ്. ഈ കള്ളന്മാർക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നതാണ്. അബ്ദുള്ള സാർ, ഞാൻ ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു. ഈ അങ്ങേപ്പോലെ ഇതിൽ ഒരു വലിയ പാണ്ഡിത്യം ഇല്ലെങ്കിലും ഖബർ എന്താണ്, ഖബറിനുള്ള ഒരു ചട്ടവട്ടങ്ങൾ എന്താണ്, അത് ചക്രവർത്തി ആയാലും ഭരണകർത്താവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒക്കെ നൽകുന്നത് ഒരേ ട്രീറ്റ്മെൻ്റ് ആണ് എന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അങ്ങ് പറയുകയാണ് ഖബറിൽ ചെന്ന് വിളിച്ചുണർത്തി ഒരാളെ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുകയും ഇന്ന് സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം, പുരോഗമന കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെ നാം അവകാശപ്പെടുന്ന ഇന്ന് അത് പരസ്യമായി പ്രസംഗിക്കാനുള്ള ധൈര്യവും അതിനെതിരെ ആരും ഒന്നും പരാമർശിക്കാതിരിക്കാനുള്ളൊരു സാഹചര്യവും കേരളത്തിലുണ്ടെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് സാർ. തീർച്ചയായും. കാരണം അയാളെ വേറെ പല കാര്യത്തിൽ പറ്റുപൂതാനായിട്ട് ആ യമനി പ്രശ്നം, ആ നിമിഷപ്രിയ എന്ന് പറയുന്നത് ആ സ്ത്രീയെ മോചിപ്പിക്കുക. അപ്പോൾ ഞാൻ പറയാം, ഞാൻ വിദേശത്ത് പഠിച്ച ആളാണ്. എൻ്റെ കൂടെ യമൻകാരായ പലരും പഠിച്ചിട്ടുണ്ട്. ഞാൻ അവരുമായി ബന്ധപ്പെടാൻ കുറെ ശ്രമിച്ചിരുന്നു. പക്ഷെ നമ്പർ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് കഴിയാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പേരും ബന്ധമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അവരോട് ബന്ധപ്പെട്ട് ആ സ്ത്രീനൊന്ന് ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിക്കാനൊക്കെ ഒരുപാട് ഉള്ളുകൾ ശ്രമിക്കാം. ഇയാളും അതുപോലെ കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതോ ആയ ചില ആൾക്കാരെ പിടിച്ചിട്ട് നമുക്ക് അതിനൊന്നും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റേയാളും ഒന്ന് സമ്മതിച്ചു. അപ്പോഴേക്ക് ഇയാളങ്ങോട്ട് മോചിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാർത്ത സൃഷ്ടിച്ചു. കാരണം ഇയാള് എവിടെ വിദേശത്ത് എപ്പം പോയി വരികയാണെങ്കിൽ എന്തെങ്കിലും നല്ല പെന്നോ നല്ല സത്യദശയിലെ പത്രക്കാർക്ക് കൊടുക്കും. ഞാൻ മാധ്യമ പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. അന്ന് ഞങ്ങൾ പ്രധാനമായ വിലക്ക് ആരെങ്കിലും സമ്മാനങ്ങൾ തന്നാൽ വാങ്ങരുതെന്നാണ്. ഇവരൊക്കെ ഈ ആൾക്കാർ അവരുടെ ഇതെല്ലാം തന്നെ ഇതിൽ പിന്നെ സ്വീകാര്യയോഗ്യമാക്കാനും അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള ആൾക്കാരെ പത്രക്കാരെ കയ്യിലെടുക്കും. അവരെ എന്താ പറയാ പാരിതോഷികം നൽകും. അങ്ങനെയൊക്കെ കൂടി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പരിവേഷമാണ് ഇയാള്. സാധാരണ ഒരു മുസ്ലിയാരിൽ കവിഞ്ഞ് ഒരു കഴിവാക്കില്ല. വേണമെങ്കിൽ ഇത്തരം കാര്യത്തിൽ അറബി ഭാഷയിൽ വാഗ്ദാനം നടത്താൻ ഞാൻ തയ്യാറാണ്. അറബിയിലായിരിക്കും വാഗ്ദാനം. അതിനെ കാരണമാണ് അറബി കഴിവ്. എന്തേ? ശരി, ശ്രീ ഒ അബ്ദുള്ള, വളരെയധികം നന്ദി. ഇതിൽ അങ്ങ് ഇന്ന് രാവിലെ പുത്തമ്പുരയിൽ ചേർന്ന പ്രേക്ഷകരെല്ലാം അങ്ങേക്ക് അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. ആശയം വ്യത്യസ്തമാണെങ്കിലും ബഹുമാനം തോന്നുന്നു എന്നടക്കം പപ്പൻജി അടക്കമുള്ളവർ പറയുന്നുണ്ട്. ഇതിൽ ഏറെ ചിരിപ്പിച്ചത് അങ്ങയുടെ 2 പരാമർശങ്ങളാണ്. ഒന്ന്, ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള തട്ടിപ്പ്. 2, ഖബറിൽ നിന്ന് എണീറ്റ് വരുത്തി എന്നുള്ള അവകാശവാദം. അദ്ദേഹം എവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയാണെന്ന് ഇവിടുത്തെ ഭരണകൂടം
പറയും എന്ന് കരുതാം. ഇന്നും ഭരണ സംവിധാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുമൊക്കെ വലിയ സ്വീകാര്യതയാണ്. വളരെയധികം നന്ദി ശ്രീ ഒ അബ്ദുള്ള സാർ. മാധ്യമം പത്രത്തിൻ്റെ മുൻ എഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ഒ അബ്ദുള്ളയാണ് പുത്തൻപുലരിയിൽ വളരെ വിലയേറിയ പരാമർശങ്ങളുമായി ചേർന്നത്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നൊരു നാഴികക്കല്ലാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ ഒരു ശബ്ദം മുഴങ്ങി. നമുക്ക് അറിയാം, മറ്റൊരു ശബ്ദം ലോകമെമ്പാടുമുള്ളവർ ഇന്നും ഓർത്തു വച്ച് കേൾക്കുന്നത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗം. അതുപോലെ നമുക്കിപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓർത്തുവെക്കാനായും ഒരു പ്രസംഗമുണ്ട്. നമ്മുടെ സ്വന്തം മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശബ്ദമായി മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തിന് ഇന്ന് 25 വർഷം തികയുകയാണ്. ഒട്ടനവധി പേർക്ക് കാരുണ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ ശബ്ദമായ ആ ഒരു ആലിംഗനത്തിലൂടെ, ആ ഒരു പുഞ്ചിരിയിലൂടെ, ആ ഭജനയിലൂടെ, ആ അമൃതവാണിയിലൂടെ ലോകമെമ്പാടുമുള്ള ഭക്തർ, അമ്മയുടെ ശിഷ്യർ, അമ്മയുടെ അനുയായികൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ഹാളിൽ 2000 ഓഗസ്റ്റ് 29 നടന്നത്. ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും അമ്മയല്ലാതെ ആരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഓർക്കുന്നു. നമുക്ക് കാണാം അത് ആ വാർത്ത. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന സഹസ്രാബ്ദ ലോക സമാധാന ആത്മീയ ഉച്ചകോടിയിലാണ് അമ്മ മലയാളത്തിൽ സംസാരിച്ചത്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെയും ശാന്തിമന്ത്രമാണ് അന്ന് ലോകജനത ശ്രദ്ധാപൂർവം ശ്രവിച്ചത്. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തി എത്ര കണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷയം മറ്റേത് വിഷയത്തെക്കാളും ഭാരമാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം ഉഷ്കൃഷ്ടമായ സംസ്കാരത്തെ കൊള്ളുവാൻ സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് ഒരു അപമാനമാണ്. അതുകൊണ്ട് ധനികനും ദരിദ്രരും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അഭിസംബോധനയിലൂടെ ഭാരതീയ സംസ്കാരത്തിന്റെ മഹിമ ലോകത്തെ അറിയിച്ച സ്വാമി വിവേകാനന്ദനെ പോലെ ലോകത്തിലെ പ്രസിദ്ധരായ വാഗ്മികളെല്ലാം അണിനിരന്ന വേദിയിൽ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകതയും പ്രകൃതിയുടെ പരിരക്ഷയും മതങ്ങളുടെ സമത്വവും വിഷയമാക്കി അമ്മ നടത്തിയ പ്രഭാഷണത്തിന്റെ കാതൽ പ്രമേയമായി സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. അസതോമ സദ്ഗമയ എന്ന മന്ത്രത്തിൽ തുടങ്ങി ലോകത്തിനു മുഴുവൻ സുഖം പകരട്ടെ എന്നർത്ഥം വരുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെയാണ് അമ്മ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന സ്വരമാണ് 4 നൂറ്റാണ്ട് മുൻപ് ലോകത്തിനു മുന്നിൽ മുഴങ്ങിയത്. ആ ശുഭദിനത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ അമ്മയല്ലാതെ മറ്റാരും ഇന്നുവരെ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ചിട്ടില്ലെന്നോർത്ത് ലോകത്തെ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ജനം. അങ്ങനെ മലയാളത്തിൻ്റെ അമൃതവാണി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയിട്ട് ഇന്ന് 25 വർഷം. അമ്മയ്ക്ക് ജനം ടി വി പ്രേക്ഷകരുടെ, ജനം ടി വിയിലെ എൻ്റെ ഓരോ സഹപ്രവർത്തകരുടെയും ജനം ടി വി മാനേജ്മെൻറ്റിൻ്റെയും സ്നേഹാശംസകൾ. നമസ്തേ. പാദങ്ങളിൽ പ്രണാമം. വയനാട്ടിലേക്കാണ്. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാൻ തീരുമാനമായി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. മഴ ശക്തമാകുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ അലട്ടുകയാണ് അല്ലേ വയനാടിനെ? താമരശ്ശേരി ചുരത്തിൽ സ്വാഭാവികം അതുവഴി കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത മുൻകരുതൽ എന്നുള്ള നിലയിലാണ് വാഹന ഗതാഗതം നിരോധിച്ചത്. എപ്പോൾ മുതൽ വാഹനങ്ങൾ കടത്തിവിടുന്നു? എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? അർജുൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കാണാം മുകളിൽ നിന്ന് ഇടിഞ്ഞ് വന്ന് കൂടിക്കിടക്കുന്ന വലിയ പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ. അർജുൻ, സ്വാഗതം. നമസ്തേ.
പ്രദീപ് പിള്ള, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാഹനങ്ങളൊന്നും ഈ വഴി കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ചെറിയ വാഹനങ്ങളൊക്കെ, ഭാരമില്ലാത്ത ചെറിയ വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തിവിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസത്തിലാണ് വയനാട്ടുകാർ ഉള്ളത്. വയനാട്ടുകാർ മാത്രമല്ല, താഴേക്ക് വാഹനങ്ങൾ കടത്തുമ്പോൾ കോഴിക്കോട് നിവാസികളടക്കം വലിയ സന്തോഷത്തിലാണുള്ളത്. കഴിഞ്ഞ ദിവസത്തിനടക്കം വലിയ നീണ്ട നിരയാണ് ഈ ചുരത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര കാണുവാൻ സാധിച്ചിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള നീണ്ട നിരകൾ വാഹനങ്ങളുടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറു വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തിവിടുന്നുണ്ട്. അതായത് ലക്കിടി മുതൽ താഴെ താമരശ്ശേരി വരെയും അടിവാരം വരെയും, അടിവാരത്ത് നിന്ന് ലക്കിടി വരെയും ഇപ്പോൾ യഥേഷ്ടം ചെറുവാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഈ സ്ഥിതിയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വയനാട്ടിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. യെല്ലോ അലർട്ടാണ് എങ്കിൽ തന്നെയും മഴ ഇപ്പോൾ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ വലിയ വാഹനങ്ങളും ഇതിലൂടെ കടത്തിവിടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ജില്ലാ കളക്ടർ അടക്കം പറയുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല ഇപ്പം നമുക്ക് കാണുവാൻ സാധിക്കും, ഇത്തരത്തിൽ മുകളിൽ നിന്ന്, അതായത് ഏകദേശം 80 അടി മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുന്നത്. ആ മണ്ണിൻ്റെ കൂടെ തന്നെ ഈ വലിയ പാറ താഴേക്ക് വീഴുകയും പാറ കഷ്ണങ്ങൾ വീഴുകയും അത്തരത്തിൽ ഈ ചുരത്തിലെ റോഡിലേക്ക് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഏറെ നേരത്തെ 2 ദിവസത്തെ പണിപ്പെട്ടാണ് പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കല്ലും അതുപോലെ തന്നെ ഈ മണ്ണും ഒക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏവരുടെയും പ്രാർത്ഥന. വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ശക്തമായി വെള്ളം ഒഴുകി വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ മാറി നിൽക്കുന്നത് വലിയൊരു ആശ്വാസകരമായി തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഈ ചുരത്തിൻ്റെ ഇടിവ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ടൂറിസ്റ്റ് മേഖലയടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും യാതൊരു പ്രതിസന്ധിയും ഇപ്പോൾ ചുരത്തിലില്ല. ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം വയനാട്ടിലേക്ക് വരാൻ സാധിക്കും. കച്ചവടങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അറിയിക്കുന്നത് ചുരത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഇവിടെ വലിയ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയത്. കെ രാജൻ മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതാ ഇന്നും ചെറിയ രീതിയിലുള്ള പരിശോധന ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വരുന്ന മഴവെള്ളം, ഒലിച്ചു വരുന്ന വെള്ളം ഈ റോഡിൻ്റെ അടിയിൽ കൂടി ഏതെങ്കിലും ഗ്യാപ്പ് വഴി പോകുന്നുണ്ടോ എന്നുള്ളതടക്കമുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുമ്പോൾ. അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല, എങ്കിലും വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കോഴിക്കോട് കളക്ടറും ഇന്നലെ കൃത്യമായിട്ടുള്ള ഒരു യോഗം വിളിച്ചിരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹവും പറഞ്ഞിരുന്നു ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് കളക്ടറും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കോഴിക്കോട് വയനാട് കളക്ടർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 9 മണിയോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഈ പ്രദേശത്ത് എത്തിച്ചേരും, മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. കളക്ടർ വന്നതിന് ശേഷം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക. ശരി, അർജുൻ ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അർജുൻ, തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ വേണം. കാരണം ഒട്ടനവധി പ്രേക്ഷകർ യാത്ര ചെയ്യുന്നവരുണ്ട്. ഓണാവധിയാണ്. വയനാട് പലരുടെയും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എപ്പോൾ യാത്ര ചെയ്യാം, എങ്ങനെ യാത്ര ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം? അതല്ലെങ്കിൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്തിട്ട് രാവിലെ എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, തുടർച്ചയായ അപ്ഡേറ്റുകൾ ഉണ്ടാകും. നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ കഴിഞ്ഞ 3 ദിവസമായി 26, 27, 28 ദിവസങ്ങളിലായി ഡൽഹി വിജ്ഞാൻ ഭവനിൽ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഒരു പ്രഭാഷണ പരമ്പര നടത്തുകയാണ്. സംഘത്തിൻ്റെ 100 വർഷത്തെ യാത്ര, സംഘയാത്രയുടെ ഓർമ്മകൾ അയവിറക്കി. സംഘം എന്തിനൊക്കെയാണ് നിലകൊള്ളുന്നത്, സംഘത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണവുമായി നടക്കുകയാണ് വ്യാഖ്യാന മാല. 100 വർഷത്തെ സംഘയാത്രയും പുതുചക്രവാളവും എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവത്തിൻ്റെ പ്രഭാഷണങ്ങൾ. ഇതിനിടെ RSSും BJPയും 2 തട്ടിലാണ് എന്നുള്ള പ്രചാരണങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി.
ഇരു സംഘടനകളും തമ്മിൽ മികച്ച ഏകോപനമാണ് ഉള്ളതെന്ന് അതിലൊരു തർക്കവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്സുകാർ വരെ സ്വയം സേവകരുടെ അടുത്ത് സഹായം തേടിയെത്തിയ കാലം ഉണ്ടായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല NSUവിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന കാലത്ത് നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ സംഘർഷമുണ്ടായപ്പോൾ കോൺഗ്രസ് RSS സഹായം അഭ്യർത്ഥിച്ചെന്നും താൻ സ്വയം സേവകരെ അയച്ചെന്നും അന്ന് പ്രചാരകനായിരുന്ന ഡോക്ടർ മോഹൻ ഭാഗവത് ഓർമ്മപ്പെടുത്തി. എസ് ശ്രീകാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, കൃത്യം, വ്യക്തം അല്ലേ മറുപടി? പ്രദീപ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് നേരെ, മോഹൻ ഭാഗവതിന് നേരെ നിരവധിയധികം ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉണ്ടായി. ഏതാണ്ട് 232-ലധികം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. സ്വാഭാവികമായും ഇതിനു മുൻപ് നമ്മൾ പല തവണ പ്രതിപക്ഷ നേതൃനിരയിലെ ആളുകളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്, RSS എന്തുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു, RSS ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല, RSSന് മാധ്യമങ്ങളെ പേടിയാണ് തുടങ്ങിയ പ്രസ്താവനകൾ പല നേതാക്കളുടെ ഭാഗത്തുനിന്നും വരുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ തന്നെ RSSൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള മറുപടി RSS ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനയല്ല എന്നും അത് മറുപടികൾ പറയേണ്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട ആളുകൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അത് നൽകും എന്നും മാത്രമാണ് RSS അതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതും. ഇതിനു മുൻപും കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഈ പരിപാടികളൊക്കെ ഉണ്ടാവുകയും മാധ്യമങ്ങളെ സർസംഘചാലക് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു, ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ കണ്ടു, പൗരപ്രമുഖരെ കണ്ടു. അങ്ങനെ നാനാ തുറകളിലുള്ള ആളുകളുമായി സംവദിക്കുകയും 232-ലധികം ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഈ ആരോപണം ഉന്നയിച്ച അദ്ദേഹം പോലും ഇത്രയധികം ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയധികം വലിയ പൊളിറ്റിക്കൽ കരിയറിൽ മറുപടി നൽകിയിട്ടുണ്ടാകാനും ഇടയില്ല. അതും മോഹൻ ഭാഗവത് സംഘത്തിൻ്റെ RSSൻ്റെ സർസംഘചാലക് തന്നെയാണ് നേരിട്ടെത്തി ഈ മറുപടി നൽകിയത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, BJPയും RSSും തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ? ഇതായിരുന്നു ഒരു ചോദ്യം. അദ്ദേഹം നൽകിയ മറുപടി, അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഒരു വിഷയത്തിന്മേൽ, പക്ഷേ അതൊരിക്കലും അഭിപ്രായ വ്യത്യാസമായി മാറാറില്ല, അത് സംഘർഷത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോകാറില്ല, അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയ രംഗത്ത് BJPയും അതോടൊപ്പം തന്നെ ശാഖകൾ ചലിപ്പിക്കുന്നതിൽ RSSും അവരവരുടെ മേഖലകളിലാണ് ശ്രദ്ധയൂന്നുന്നത്. ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹകരിക്കാവുന്ന മേഖലകളിൽ ഉണ്ടെങ്കിൽ സഹകരിച്ചു പോവുക എന്നത് മാത്രമാണ് നോക്കുന്നതെന്നും അഭിപ്രായ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാറില്ല എന്നും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. അതോടൊപ്പം BJPയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ചോദ്യമുണ്ടായി. BJPയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് RSS അല്ല എന്നും അഭിപ്രായം ചോദിച്ചാൽ മറുപടി നൽകും എന്നത് മാത്രമാണ് RSS ചെയ്യുന്നതെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. മാത്രമല്ല, RSS ആണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിങ്ങനെ നീണ്ടുപോകേണ്ടതില്ലല്ലോ, അത് BJPക്കുള്ളിൽ ചർച്ചകളിലൂടെയാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. 75 വയസ്സിലെ വിരമിക്കൽ കാലാവധി, അതായിരുന്നു വലിയ ചർച്ച. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഒരു വിഭാഗം ആളുകളും മോഹൻ ഭാഗവത് വിരമിക്കുന്നു, മോദിക്ക് മുന്നറിയിപ്പാണിത് എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ചമച്ചത്. ഇന്നിതാ ഞാനൊരു പ്രമുഖ പത്രത്തിൻ്റെ മുൻ പേജിൽ നോക്കിയപ്പോൾ കണ്ടത്, അവർ ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ മുൻ നിലപാട് തിരുത്തി മോഹൻ ഭാഗവത് രംഗത്തെത്തി എന്ന രീതിയിലാണ് അവരിപ്പോൾ പറയുന്നത്. അദ്ദേഹം മുൻപും അങ്ങനെയൊരു നിലപാടെടുത്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് സംഘടന ആവശ്യപ്പെട്ടാൽ എത്ര പ്രായം വരെ വേണമെങ്കിലും തുടരും, അത് താനായാലും നരേന്ദ്രമോദി ആയാലും മറ്റ് ഏത് സ്വയംസേവകായാലും അത് സംഘടന ആവശ്യപ്പെടുന്ന പക്ഷം ഏത് റോളിലും ഏത് പ്രായത്തിലും തുടരും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതായത് സ്പഷ്ടമായ മറുപടി, മുൻപുയർത്തിയ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തുനിന്നും വരുന്നു. അത് US തീരുവയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. അത് ഏറ്റവും പ്രസക്തമാണ്. കാരണം US തീരുവയുമായി ബന്ധപ്പെട്ട സർക്കാരിനെ RSS ഏതെങ്കിലും തരത്തിൽ ഉപദേശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ ഭാരതത്തിനറിയാം, ഇവിടുത്തെ സർക്കാരിനറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിനെ ഉപദേശിക്കാൻ RSS ഇല്ല, സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം അടിയുറച്ചു നിൽക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സമസ്ത മേഖലകളിൽ നിന്നും ചോദ്യമുണ്ടായി, അതിന് കൃത്യവും വ്യക്തവുമായ മറുപടിയും RSS മേധാവിയുടെ ഭാഗത്തുനിന്നും വന്നു.
ശ്രീകാന്ത്, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ 75 വയസ്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തെ ഏതൊക്കെ രീതിയിലാണ് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അദ്ദേഹം ഒളിയം പെയ്തതാണ് നരേന്ദ്രമോദിക്ക് 75 വയസ്സാകാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം വിരമിക്കണമെന്നാണ് സർസംഘ ചാലക് പറഞ്ഞു വച്ചത് എന്നുള്ളതാണ്. സംഘത്തെക്കുറിച്ചോ സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ RSS BJP ബന്ധത്തെക്കുറിച്ചോ RSS രാവിലെ റിമോട്ട് ബട്ടൺ വച്ചിട്ട് BJPയുടെ പ്രവർത്തനങ്ങളെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തിയും ഒക്കെയുള്ള ആൾക്കാരുടെ വ്യാഖ്യാനങ്ങളല്ല ഇത്. അതല്ലെങ്കിൽ അവർ കണ്ടുവന്നത് സാക്ഷാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആ നമ്പർ 10 ജൻപത്തിലുണ്ടായിരുന്ന റിമോട്ട് പരിചയമുള്ളവരായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനവുമായി വന്നത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആർക്കെതിരെയുള്ള ഒളിയമ്പ് എന്നുള്ളതായിരുന്നു വ്യാഖ്യാനം. ഇപ്പോൾ പോലും അതിൽ അദ്ദേഹം വ്യക്തത വരുത്തുമ്പോൾ പോലും പറഞ്ഞത് തിരുത്തിയെന്നും മലക്കം മറിഞ്ഞെന്നും യൂട്ടേൺ എന്നുമൊക്കെയാണ് പ്രമുഖ പത്രങ്ങൾ എഴുതുന്നത്, വിലയിരുത്തുന്നത്. അല്ലേ ശ്രീകാന്ത്? പ്രതിഭ, ഇതിൽ എടുത്തു പറയേണ്ടത് ഇവർക്കൊന്നും ഈ പറയുന്ന മാധ്യമങ്ങൾക്കോ ഈ പറയുന്ന ആളുകൾക്കോ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ബന്ധം ഇപ്പോഴത്തെ സർക്കാർ സംവിധാനങ്ങളുമായോ ഇപ്പോഴത്തെ നേതൃനിരയുമായോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻപ് ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഈ മാധ്യമങ്ങളുടെ ഒരു വിളയാട്ടം തന്നെ ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് പാർലമെൻറ്റിൽ എത്തും മുമ്പ് മാധ്യമങ്ങൾ അറിയുന്നു, വാർത്തയാകുന്നു. അങ്ങനെ എന്തും മാധ്യമങ്ങളിലൂടെ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ജനപ്രതിനിധികൾ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ മുന്നിലെത്തും വരെ ഒരു തീരുമാനവും ഒരു കാര്യങ്ങളും പുറത്തറിയില്ല. അതാണ് നരേന്ദ്രമോദി സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ ഡൽഹിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. മോഹൻ ഭാഗവത് ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കും 75 വയസ്സ് തികയാൻ പോകുന്നു. സ്വാഭാവികമായും ഒരു കഥ, അത് അദ്ദേഹം ഒരു മഹാരാഷ്ട്രയിൽ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു കഥ പറഞ്ഞതാണ്. ഈ പ്രായം ചെന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കണം എന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒന്നും തന്നെയല്ല അദ്ദേഹം പറഞ്ഞത്. സംഘത്തിൻ്റെ ഒരു പ്രചാരക, RSSൻ്റെ ഒരു പ്രചാരക അദ്ദേഹത്തിന് RSSൻ്റെ പ്രവർത്തകർ ഒരു ആദരവ് അറിയിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുന്നു, തനിക്ക് 75 വയസ്സായി, ഇനി നിങ്ങൾ വിരമിക്കേണ്ട സമയമായി എന്ന് ബോധ്യപ്പെടുത്താനാണോ ഈ രീതിയിൽ നിങ്ങൾ ആദരിക്കുന്നത് എന്ന് ഒരു തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞ കഥ മോഹൻ ഭാഗവത് കൂടി തമാശയായി പറയുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം മോദിക്ക് മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് മാധ്യമങ്ങളിലും അതോടൊപ്പം പത്രങ്ങളിലുമൊക്കെ വാർത്ത വന്നത്. ഇന്നിതാ ഇപ്പോൾ മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിരമിക്കൽ എന്നുള്ള ഒരു സംഗതിയില്ല, ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതി RSSലില്ല. സംഘം എത്ര കാലം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നോ അത്ര കാലം പ്രവർത്തിക്കും. 35 വയസ്സുകാരനോട് ഓഫീസിലിരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. 75കാരനോട് ശാഖയിലേക്ക് പോകാൻ പറഞ്ഞാൽ അവിടെ പോകും. ഇനി നേരെ തിരിച്ചാണെങ്കിലും പ്രശ്നമില്ല. അത് താനായാലും നരേന്ദ്രമോദി ആയാലും രാഷ്ട്രീയ രംഗത്ത് നരേന്ദ്രമോദി ആയാലും സംഘടന എന്താണോ ആവശ്യപ്പെടുന്നത്, അത് എത്ര വയസ്സുവരെയാണോ ആവശ്യപ്പെടുന്നത് അത്രയും വയസ്സുവരെ താനും നരേന്ദ്രമോദിയും സാധാരണ പ്രവർത്തകനും ആ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ ചാനലുകൾ കണ്ടപ്പോൾ, പത്രങ്ങൾ കണ്ടപ്പോൾ വളരെ രസകരമെന്നേ പറയേണ്ടതുള്ളൂ. തങ്ങൾക്ക് പറ്റിയ തെറ്റ്, തങ്ങൾക്ക് പറ്റിയ വീഴ്ച അത് മറച്ചു പിടിക്കാൻ, ആ തിരിച്ചടി മറികടക്കാൻ മുൻ നിലപാട് തിരുത്തി മോഹൻ ഭാഗവത് എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളിലും പല ചാനലുകളിലും ഹെഡ്സ് പോകുന്നതും അതോടൊപ്പം പല പത്രങ്ങളിലും തലക്കെട്ട് നിരത്തിയിട്ടുള്ളതും. ശരി ശ്രീകാന്ത്, ഏറ്റവും രസകരം എന്ന് പറയുന്നത് മോറോപന്ത് പിംഗ്ലെ എന്നുള്ള മുതിർന്ന പ്രചാരകന് 75 വയസ്സായപ്പോൾ, ഇത് പതിറ്റാണ്ടുകൾ മുമ്പുള്ള സംഗതിയാണ്, അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു ചടങ്ങ് നടന്നു വൃന്ദാവനിൽ. അവിടെ അദ്ദേഹം ഈ ആദരവെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട്, ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഈ സെൻസ് ഓഫ് ഹ്യൂമർ പോലും ഇല്ല എന്നുള്ളതാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം എന്താണ്, മുതിർന്നവർ പ്രായമായവർ വഴിമാറിക്കൊടുക്കണം, സ്റ്റെപ്പ് അസൈഡ്, മറ്റുള്ളവർക്ക് യുവനിരയ്ക്ക് കടന്നു വരാനായിട്ട്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ മോഹൻ ഭാഗവത് ഈ കാര്യം പറഞ്ഞത്. മറ്റൊന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ ഈ ഹാളിൽ ഏറ്റവും കുറഞ്ഞത് 10 പേരെൻ്റെ മുന്നിലിരിപ്പുണ്ട് സർസംഘചാലക് ആകാൻ യോഗ്യത ഉള്ളവർ. പക്ഷേ അവർ വിവിധ ദൗത്യങ്ങളിൽ വ്യാപൃതരാണ്, അവരെ ഇപ്പോൾ അവിടെ നിന്ന് സ്പെയർ ചെയ്യാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ
പ്രസംഗത്തെ. ഈ മറുപടിയാണ് സർസംഘചാലക് തിരുത്തി എന്നുള്ള മട്ടിൽ പത്രങ്ങൾ നൽകുന്നു. എന്തായാലും അങ്ങനെ നൽകി ആശ്വസിക്കട്ടെ. പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്തുന്നതിനുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. AI ഗ്രൂപ്പുകൾ അധ്യക്ഷ സ്ഥാനത്തിനായി പിടിമുറുക്കിയതോടെ KPCC നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. A ഗ്രൂപ്പ് KM അഭിജിത്തിനായും I ഗ്രൂപ്പ് അബിൻ വർക്കിക്കായും പിടിമുറുക്കുകയാണ്. അതേസമയം വിഷയത്തിൽ AICC അനുനയ നീക്കം ആരംഭിച്ചതായും വിവരങ്ങളുമുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ആദ്യത്തെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അടുത്തത് പിൻഗാമിയെ ചൊല്ലി തമ്മിലടിയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പുതിയ അധ്യക്ഷനെ കിട്ടുമോ യൂത്ത് കോൺഗ്രസിന്, അതോ ഇനിയും തെരുവ് നാടകങ്ങൾ കാണേണ്ടി വരുമോ? പ്രദീപിള്ള, പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഈ സംസ്ഥാനത്തെ നേതൃത്വത്തിലുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അദ്ദേഹത്തെ പുറത്താക്കിയതിന് പിന്നാലെ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അധ്യക്ഷനെ നിയമിക്കുവാനോ ഒന്നും സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അതായത് രണ്ട് ഗ്രൂപ്പുകളും ഇപ്പോൾ ഈ വിഷയത്തിൽ സജീവമാകുന്നൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതായത് A ഗ്രൂപ്പും I ഗ്രൂപ്പും പുതിയ അധ്യക്ഷന് വേണ്ടിയുള്ള പിടിമുറുക്കൽ നടക്കുന്നതായിട്ടാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതത്വം തുടരുന്നത്. KPCC നേതൃത്വത്തിന് പോലും ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനന്തമായി നീണ്ടുപോകുന്നത്. അത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നെങ്കിൽ അത് പിന്നീട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. അതായത് KM അഭിജിത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, KSUവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ KM അഭിജിത്തിന് വേണ്ടി A ഗ്രൂപ്പും അബിൻ വർക്കിക്ക് വേണ്ടി I ഗ്രൂപ്പും പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ നേരത്തെ നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ 1.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം അബിൻ വർക്കിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല സംസ്ഥാനത്തെ ഒരു വലിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് അബിൻ വർക്കി. അപ്പോൾ അബിൻ വർക്കി ആക്കണമെന്നൊരു നിലപാടാണ് I ഗ്രൂപ്പ് എടുക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് അബിൻ വർക്കിയാണ്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയാണ് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അർഹതയെന്നാണ് I ഗ്രൂപ്പ് പറയുന്നത്. എന്നാൽ A ഗ്രൂപ്പിൻ്റെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. കാരണം കാലാകാലമായി തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി എന്നത്. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നൊരു നിലപാട് A ഗ്രൂപ്പ് കൂടി ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് KM അഭിജിത്തിനും അതോടൊപ്പം തന്നെ അബിൻ വർക്കിക്കുമായുള്ള പിടിമുറുക്കൽ ശക്തമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതോടുകൂടി KPCC നേതൃത്വം വെട്ടിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് ഗ്രൂപ്പുകളെയും വെറുപ്പിക്കാത്ത തീരുമാനമെടുക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ KPCC നേതൃത്വം എത്തിയിരിക്കുന്നത്. ആരെ കൊള്ളും ആരെ തള്ളും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നേതൃത്വത്തിന് തന്നെ ആശങ്കപ്പെടുത്തുന്ന നേതൃത്വത്തിന് തന്നെ ഒരു രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം അനന്തമായി നീളുന്ന ഒരു സാഹചര്യത്തിലെത്തി. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സെപ്റ്റംബർ മാസത്തോടു കൂടി ഒരു 10-ാം തീയതിക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ അങ്ങനെ വരുമ്പോഴും ആരെ വേണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിലൊരു ആശങ്കയായിട്ട് വരുന്നത്. അതിലിപ്പോൾ ഒരു സമവായം എന്ന നിലയിൽ അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയർത്തുകയും KM അഭിജിത്തിനെ നിലനിർത്തുകയും ചെയ്യാം എന്നൊരു തീരുമാനം ഒരു നീക്കം കൂടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നതടക്കം ഉള്ള കാര്യങ്ങളും നിർണായകമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ കോൺഗ്രസിൽ അലയടിക്കുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സ്ത്രീ ലൈംഗിക ആരോപണം അടക്കമുള്ളവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് കോൺഗ്രസ്. അതിനിടയിൽ ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് വരാനിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, മറ്റൊന്ന് കോൺഗ്രസിലെ ഈ ഈ ഗ്രൂപ്പ് പോര് വീണ്ടും ഈ യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ തമ്മിൽ പോര് രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ അടക്കം വലിയ രീതിയിൽ കാര്യമായി ബാധിക്കും എന്നതടക്കമുള്ള ആശങ്കയെ ഒരു വിഭാഗം നേതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്കെത്തി വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ കാണിക്കാതെ ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് നമുക്കറിയാം, ഈ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുക്കും, ആരെങ്കിലും ഒരു തീരുമാനം പറയും, അത് അംഗീകരിച്ചു കൊണ്ടുപോകുന്നത് പാരമ്പര്യം കോൺഗ്രസിനില്ല. ഇത്തരത്തിൽ ഗ്രൂപ്പ് പോരുകളും തമ്മിൽ പോരുകളും ചേരിപ്പോരുകളും എല്ലാം നിരന്തരം ഉണ്ടാകുന്നൊരു പ്രസ്ഥാനം കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അത് രൂക്ഷമാകുമോ എന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. എന്തായാലും 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതിക്കുള്ളിൽ ഇതിലൊരു തീരുമാനം, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊരു
ഉണ്ടാക്കണമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതിൽ അബിൻ വർക്കിയാണോ അതോ KM അഭിജിത്താണോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ചേരിപ്പോര് ഇപ്പോൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദീപ് പിള്ള. ശരി, പ്രശാന്ത് ശങ്കർമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു UDF വാർത്തയിലേക്കാണ്. UDFന് സ്വീകാര്യത കുറയുന്നതായി കോൺഗ്രസ് നേതൃത്വം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച സ്വീകാര്യതയിൽ ഇടിവുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാനാകില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മുഖം രക്ഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. വിനീഷ് ചേരുന്നു. വിനീഷ്, വൈകി ഉദിച്ച വിവേകമാണോ അതോ യാഥാർത്ഥ്യം ഇപ്പോഴാണോ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാകുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോഴുമുള്ളത്. പക്ഷേ ഒരു തട്ടിലുള്ളവർ ഈ ഒരു സസ്പെൻഷൻ നടപടികൾ ഒതുക്കിയാൽ പോരാ, അത് രാജിയിലേക്ക് കടക്കണം എന്ന ആവശ്യം തന്നെയാണ് പൂർണ്ണമായും ചില മുതിർന്ന കോൺഗ്രസിലെ നേതാക്കൾ ഉയർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്താകെ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ അത് പ്രതികൂലമായി ബാധിച്ചു എന്ന വിലയിരുത്തലും കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിൽ പക്ഷം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ രാഹുലുമായി ഫോണിലെങ്കിലും സംസാരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു വിനീഷ്, കേൾക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ച്, അത് കഴിഞ്ഞ് ചെറിയ നടപടിയിൽ ഒതുക്കാൻ നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് നേതൃത്വം വഴങ്ങി. ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ള വിചിത്ര വാദവുമായി രംഗത്തെത്തി. അപ്പോൾ തന്നെ പാലക്കാട്ടൊരു ചോദ്യമുയർന്നു. പാർട്ടിക്ക് വേണ്ട, പക്ഷേ പാലക്കാട്ടുകാർ ചുമന്നോളൂ. ഈ നിലപാട് അല്ലേ ഇപ്പോൾ പാർട്ടി വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് അക്കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് MLA സ്ഥാനം തുടരുമ്പോൾ പാലക്കാടുകാർ ചുമന്നോട്ടെ എന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, നിലവിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ സംഘടനാ തലത്തിൽ ഒതുങ്ങിയാൽ പോരാ, അത് രാജിയിലേക്ക് കടക്കണമെന്ന ഒരു നിർദ്ദേശമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ചർച്ചയാക്കി എടുക്കുന്നുണ്ട്. കാരണം രാഹുൽ വിഷയം കോൺഗ്രസിനെ സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലും ഒപ്പം തന്നെ പ്രതിച്ഛായയ്ക്കും വലിയ തോതിലുള്ള മങ്ങലേൽപ്പിച്ചു എന്ന വിലയിരുത്തലുണ്ട്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, നിലമ്പൂർ ഇലക്ഷന് ശേഷം കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരത്തിനെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ അത് പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചു എന്ന് തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഒരു സസ്പെൻഷൻ നടപടിയിൽ കാര്യങ്ങൾ ഒതുങ്ങിയാൽ പോരാ, കൂടുതൽ നടപടികളിലേക്ക് ഒതുങ്ങണം. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ രാഹുലിനെ കാര്യത്തിൽ നടപടിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ആവശ്യം ഉന്നയിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ ചില നേതാക്കളെങ്കിലും എത്തുന്നു. ഒപ്പം തന്നെ ഈ ഇരകൾ കൂടുതൽ പരാതികളുമായി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ശരി വിനീഷ്, അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിച്ചത് എനിക്ക് മനസ്സിലായി. കൂടുതൽ ഇരകൾ രംഗത്ത് വരും എന്നുള്ളൊരു ഭീതിയുണ്ട്. അതുപോലെ തന്നെ ഇരകൾ ഇതുവരെ നേരിട്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. അത്തരം നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള ഭയം, ആശങ്കയാണ് നേതൃത്വത്തിനെ അലട്ടുന്നത്. അല്ലാതെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുക, അതല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. സാമൂഹിക പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനം, സന്നദ്ധ സേവനം, ചാരിറ്റി. നമ്മൾ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു സമൂഹ വിവാഹം നടത്തും, എന്നിട്ടൊരു പ്രമുഖ പത്രത്തിൽ 1 കോടി രൂപ മുടക്കി അതേക്കുറിച്ചുള്ള ഫുൾ പേജ് പരസ്യവും കൊടുക്കും. അപ്പം ലക്ഷ്യം എന്താണ്? പാവങ്ങളുടെ വിവാഹം നടത്തലാണോ അതോ പ്രശസ്തിയാണോ എന്നുള്ളത്. അതവിടെ നിൽക്കുമ്പോൾ ഒരു യഥാർത്ഥ ചാരിറ്റിയുടെ,
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ, പിന്നാക്ക കേന്ദ്രങ്ങളുടെ വികസനങ്ങളുടെ, വനവാസി മേഖലകളിലെ യഥാർത്ഥ സേവനത്തിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇല്ലായ്മകളുടെ കഥകളാണ് ഇടമലക്കുടിക്ക് പറയാനുള്ളത്. ആ ഇല്ലായ്മകൾക്കിടയിലും ഇവിടത്തെ വീടുകൾ ഇനി സൗരോർജത്തിൽ പ്രകാശം പരത്തും. ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ സഹകരണത്തോടെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷനാണ് ഇവിടേക്ക് 250 സോളാർ ഹോം സിസ്റ്റങ്ങൾ എത്തിച്ചത്. നമുക്ക് കാണാം ആ വാർത്ത. ഇടുക്കി, പാലക്കാട് ജില്ലകളിലെ വനവാസി മേഖലകളിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടമലക്കുടിയിലെ വിവിധ ആദിവാസി കുടികളിലേക്ക് സോളാർ പാനലുകൾ വിതരണം ചെയ്തത്. ഓരോ യൂണിറ്റിലും 3 LED ലൈറ്റുകളും ഹെഡ്ലാമ്പും ബാറ്ററി സംവിധാനവും സോളാർ പാനലുമുണ്ട്. ആണ്ടവൻകുടി, കവക്കാട്ടുകുടി, അമ്പലപ്പടിക്കുടി, അമ്പലപ്പാറക്കുടി, കണ്ടത്തിക്കുടി, പരപ്പായർകുടി, തേൻപാറക്കുടി, വെള്ളവരക്കുടി തുടങ്ങി വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിലാണ് സോളാർ പാനലുകൾ വിതരണം ചെയ്തത്. സഹ്യഗിരി വികസന പദ്ധതിയുടെ സംഘടനാ സെക്രട്ടറി TL രാധാകൃഷ്ണൻ, സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ പ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സോളാർ പാനൽ വിതരണം. ഇനിയും 400-ലധികം വീടുകൾ ഇവിടെ വൈദ്യുതി ഇല്ലാതെ തുടരുകയാണ്. ഇവിടെയും ഈ സൗകര്യം എത്തിക്കാൻ ഷ്നൈഡർ ഇലക്ട്രിക്സിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം. അതാണ് സേവനം, അതാണ് മാനവസേവ. അവരെ നിങ്ങൾക്ക് ക്യാമറയിൽ പലപ്പോഴും കിട്ടില്ല. ഷ്നൈഡർ ഇലക്ട്രിക്കിന് ബിഗ് സല്യൂട്ട്. ഒപ്പം വിവേകാനന്ദ മിഷന്, സഹ്യഗിരി പദ്ധതിക്ക്, വികസന പദ്ധതിക്കും അതിൻ്റെ അണിയന്തര പ്രവർത്തകർക്കും. ഇനി ഒരല്പം ക്രിക്കറ്റ് വിശേഷമാണ്. സംസ്ഥാനത്ത് കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുകയാണ്. തലസ്ഥാനത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ആവേശം. KCL വിജയവഴിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ട്രിവാൻഡ്രം റോയൽസിനെ 9 റൺസിനാണ് കൊച്ചി പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 20 ഓവറിൽ 5 വിക്കറ്റിന് 191 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ റോയൽസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് മാത്രമാണ് നേടാനായത്. ജയത്തോടെ 8 പോയിന്റുമായി കൊച്ചി പോയിന്റ് പട്ടികയിൽ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ തന്നെയാണ് ഇക്കുറിയും കളിയിലെ താരം. ട്രിവാൻഡ്രത്തിനെതിരായ ജയത്തിൽ നിർണായക ഇന്നിംഗ്സാണ് കൊച്ചിയുടെ നിഖിൽ തോട്ടത്ത് പുറത്തെടുത്തത്. അവസാന ഓവറുകളിൽ നിഖിൽ നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. നിഖിൽ തോട്ടത്തിനൊപ്പം ജനൻ TVയുടെ നിഖിൽ ചേരുന്നു. നിഖിൽ കുമാർ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വീണ്ടും വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ടീമിൻ്റെ വിക്കറ്റ് കീപ്പറും ഒപ്പം ഇന്നത്തെ മത്സരത്തിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ ഒരു 44 റൺസ്, ഒരു അർദ്ധ സെഞ്ചുറിക്ക് അരികെ വീണു. പക്ഷേ ടീമിൻ്റെ വിജയത്തിൽ നിർണായകമായൊരു പങ്ക് വഹിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഒരു ക്രൂഷ്യൽ നോക്കായിരുന്നു എന്നാണ് കോച്ച് അടക്കം സംസാരിച്ചത്. അപ്പോൾ ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ആദ്യത്തെ 1-2 മാച്ച് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇപ്പോൾ ടച്ചിലേക്ക് വരുന്നുണ്ട്. ഹാപ്പിയാണ്. ആഫ്റ്റർ ഓൾ മാച്ച് വിന്നിങ്. സഞ്ജു അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനിടയിലാണ് ഒരു നിഖിലിൻ്റെ വക ഒരു മികച്ച പ്രകടനം കൂടി. സഞ്ജു ചേട്ടൻ യൂഷ്വലി എല്ലാ മാച്ചും പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ബാക്ക് ചെയ്ത് പോകുന്ന ഇപ്പോൾ യൂഷ്വലി ഒരു ടീം ഗെയിമായി മാറുന്നു. അപ്പോൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ സന്തോഷം പ്രകടിപ്പിക്കും. മത്സരം അവസാന ഓവറിലേക്ക് നീങ്ങി. അപ്പോൾ എന്ത് തോന്നി? നമ്മുടെ അധിക മാച്ചും ഈ ലാസ്റ്റ് ഓവറിലേക്കായിരുന്നു. ലാസ്റ്റ് ഓവർ ത്രില്ലറായിരുന്നു. ഈ മാച്ച് യൂഷ്വലി ഹോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ബോളേഴ്സ് നന്നായി ചെയ്തു. യൂഷ്വലി വിന്നിങ് സ്ട്രൈക്കിലേക്ക് വന്നു. ഓവറിലേക്കൊക്കെ പോകുന്ന സമയത്ത് സാലിയുമായി ചേർന്ന്, സഞ്ജുവും സാലിയും നിഖിലും കൂടി ചേർന്ന് എന്തൊക്കെയോടെ പ്ലാൻ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഫീൽഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, അവനെറിയുന്ന സ്ട്രെങ്ത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച്, അതായത് സഞ്ജുവിനെ പോലൊരു താരം, അപ്പോൾ സാലിയെ പോലൊരു സീനിയർ താരം, അവരുടെ കൂടെ ചേർന്ന് അവസാന വിക്കറ്റിലേക്ക് ഇത്തരത്തിലുള്ള പ്ലാൻ ചെയ്യുമ്പോൾ സഞ്ജുവിൻ്റെ പരിചയ സമ്പത്ത് അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യില്ലേ? അതെ, സഞ്ജു ചേട്ടന് കറക്റ്റായ കാര്യങ്ങൾ കുറേ മാച്ച് എക്സ്പീരിയൻസ് കാരണം പറയാൻ പറ്റുമോ ഇന്നെന്ന ഫീൽഡ് ഇവിടെയൊക്കെ പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ സാലിച്ചേട്ടനാണെങ്കിലും ഹാപ്പി ആയിട്ട് അത് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഫൈനലി ലാസ്റ്റ് മാച്ച് സഞ്ജുബായുടെ ഒരു ആബ്സെൻസ് ചെറിയ രീതിയിൽ നമ്മളെ ഫീൽഡിങ്ങിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് പുള്ളി വന്നപ്പോൾ അത് കറക്റ്റായിട്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് നമുക്ക് യൂസ്ഫുള്ളായി. എന്തായാലും വരുന്ന മത്സരങ്ങൾ, അതിൻ്റെ പ്രതീക്ഷകൾ? വരുന്ന മത്സരങ്ങളെല്ലാം നമ്മൾ ജയിക്കാൻ തന്നെ നോക്കുന്നു. അതേപോലെ ആ വിന്നിംഗ് ഫ്ലോ നോക്കൗട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കപ്പിലേക്കാണ് നോക്കുന്നത്. എന്തായാലും കപ്പ് ഉയർത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ നിഖിലിനൊപ്പം നിഖിൽ കുമാർ, ജനം. ശരി, നിഖിൽ വിത്ത് നിഖിലായിരുന്നു. KCL കൊല്ലം സെയിലേഴ്സിനെതിരെ ആലപ്പി റിപ്പിൾസിന് 2 റൺസ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 182 റൺസ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊല്ലത്തിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് മാത്രമാണ് നേടാനായത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും തിളങ്ങിയ യുവതാരം മുഹമ്മദ് ഇനാനാണ് കളിയിലെ താരം. അർദ്ധ സെഞ്ചുറി നേടിയ ജലജ് സക്സേനയുടെ പ്രകടനവും ആലപ്പുഴയുടെ വിജയത്തിൽ നിർണായകമായി. ആലപ്പിയുടെ 2 യുവ ബൗളർമാരുടെ പ്രകടനമാണ് കൊല്ലം സെയിലേഴ്സിനെ വരിഞ്ഞു മുറുക്കിയതിൽ നിർണായകമായത്. 4 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തിയ രാഹുൽ ചന്ദ്രനും 4 ഓവറിൽ 40 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ഇനാനും ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇരുവരും ജനം TVയോട് വിശേഷങ്ങൾ പങ്കുവച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസ് ഒരു ജയം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ തകർത്തുകൊണ്ടാണ് ആലപ്പിയുടെ ജയം. ഇന്നത്തെ വിജയത്തിൽ നിർണായകമായ പ്രകടനം കാഴ്ചവെച്ച 2 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്. രാഹുലും ഇനാനും. 2 പേരും 3 വിക്കറ്റ് വീതം വീഴ്ത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ പ്രകടനം? അടിപൊളിയായിരുന്നു. എത്ര നാളത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു ഇങ്ങനൊരു സംഭവം ചെയ്യാനായിരുന്നു. ചെയ്യാൻ പറ്റും, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. സോണിച്ചേൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ അവസാന ഓവർ വരെ മത്സരം പോയപ്പോൾ എന്ത് തോന്നി? അറിയായിരുന്നു, വിക്കറ്റ് നല്ല വിക്കറ്റ്, ബാറ്റിംഗ് ട്രാക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ചെറിയ സ്കോറായിരുന്നു. നമുക്കത് പിടിക്കാനായിട്ട് പറ്റിയ നല്ല ഒരു അവസരമായിട്ട് കണ്ടെത്തിയത്. വിഷ്ണു വിനോദിനെയും സച്ചിൻ ബേബിയും പോലെ തകർത്തടിക്കുന്ന 2 പേര് നിങ്ങൾക്ക് മൊത്തത്തിൽ ഇന്ന് തടഞ്ഞു നിർത്താൻ പറ്റും? നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. പുള്ളി ഔട്ടാക്കേണ്ടതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. നമ്മൾ സോണിച്ചേനായിട്ട് നേരത്തെ ആ ബോൾ പ്ലാൻഡ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രകടനം? നന്നായി ചെയ്യാൻ പറ്റി. ആലപ്പി റിപ്പിൾസിന് ഒരു ഹ്യൂജ് താങ്ക്സ് പറയണം. കാരണം അവർ ബിലീവ് ചെയ്തന്നെ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ബോളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിൽ അവസാന നിമിഷം കാഴ്ചവെച്ച ചെറിയൊരു വെടിക്കെട്ടാണെങ്കിലും വിജയത്തിൽ അത് 2 റൺസിൻ്റെ വിജയമാണ്. അപ്പോൾ ആ വെടിക്കെട്ടും ടീം വിജയത്തിൽ നിർണായകമായി. അതെ, അത് ബാറ്റിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഇനിയുള്ള മത്സരങ്ങൾ ഇപ്പോൾ 2ാമത്തെ ജയമാണ്, ഈ സീസണിൽ 2ാമത്തെ ജയം. ഇനി അങ്ങോട്ട് ഒത്തിരി മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇല്ല, കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ നോർമൽ കാര്യങ്ങൾ ചെയ്തു പോകാമെന്നുള്ളൂ. അസ്രുദ്ദീനെ പോലെയും ഒപ്പം ജലജിനെ പോലെയും എക്സ്പീരിയൻസ് ഉള്ള 2 പേര് ടീമിൻ്റെ കൂടെയുണ്ട്. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നില്ലേ? അതെ, അവർ എപ്പോഴായാലും വന്ന് സംസാരിക്കും, നല്ല സപ്പോർട്ടീവ് വരുന്നു. അപ്പോൾ അത് നന്നായി ഹെൽപ്പ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ജലജിൻ്റെ ഇന്നത്തെ ഇന്നിങ്സ്? അടിപൊളി, ഉഗ്ര ഇന്നിങ്സ് ആയിരുന്നു. അതാണ് നമുക്ക് ഇത്ര കളി ഇവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ്. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് വട്ടിയൂർക്കാവിനൊപ്പം നിഖിൽ കുമാർ, ജനം. ഛത്തീസ്ഗഡിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഛത്തീസ്ഗഡിൻ്റെ വിജയഗാഥ കണ്ടുവരാം. നവഭാരത്, നവ ഛത്തീസ്ഗഡ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ഇന്നത്തെ ഛത്തീസ്ഗഡിനെ രൂപപ്പെടുത്തിയത്. വികസിത സമാധാന സംസ്ഥാനമായി മാറിയ ഇന്നത്തെ ഛത്തീസ്ഗഡിന്റെ വിശേഷങ്ങൾ അറിയാം. मोदी की गारंटी है, आपका सपना अब मोदी का संकल्प है. हम लोगों ने जो चुनावी घोषणा पत्र जारी किया है, मोदी की गारंटी, उसमें जो भी वादे छत्तीसगढ़ की जनता से किए हैं उसको प्राथमिकता से पूरा करना, ये हमारा काम होगा. ഈ വാഗ്ദാനത്തിന്റെ പൂർണ്ണതയാണ് ഛത്തീസ്ഗഡിലെ ജനത ഇന്നിവിടെ ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണത്തിൽ വികസിത സമാധാന ഹരിത സംസ്ഥാനം രൂപപ്പെടുന്നു. വ്യവസായ രംഗത്ത് ഏറെ മുന്നിലാണ് സംസ്ഥാനം. സ്റ്റീലിന്റെ നാട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ. വിഷ്ണുദേവ് സായി സർക്കാരിന് കീഴിൽ സർവ്വമേഖലയിലും പരിഷ്കാരങ്ങൾ ദൃശ്യം. പുതിയ നയരൂപീകരണത്തിലും ഇത് പ്രതിഫലിക്കുന്നു. 1.65 ട്രില്യൺ രൂപയുടെ ബജറ്റ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ അവതരിപ്പിച്ചിരുന്നു. ഗ്യാൻ കേലിയെ ഗതി എന്ന
രസകരമായ ആശയത്തിലാണ് വിഷ്ണുദേവ് സായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അതായത് ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ അഭിവൃദ്ധി, ഗതി അഥവാ സദ്ഭരണം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക വിദ്യ, വ്യാവസായിക വളർച്ച എന്നിവയിലൂടെയുള്ള ഭരണം. നയപരിഷ്കരണങ്ങളിലൂടെ വ്യാപാരം എളുപ്പമാക്കാൻ മുൻകൈയെടുക്കുകയാണ് സർക്കാർ. ആദ്യഘട്ടത്തിൽ 20 വകുപ്പുകളിലായി 216 പരിഷ്കാരങ്ങളാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. ജനസൗഹൃദ ഭരണമാണ് വിഷ്ണുദേവ് സായി സർക്കാരിൻ്റേത്. പുതിയ എക്സൈസ് നയം പരിശോധിക്കാം. അധിക എക്സൈസ് തീരുവ കുറച്ച് ഏകീകൃത മദ്യവില നിലനിർത്തി. കള്ളക്കടത്ത് കുറയ്ക്കാനും വിപണി സ്ഥിരപ്പെടുത്താനും ഇതിലൂടെയായി. GPS അധിഷ്ഠിത എക്സൈസ് ലൈസൻസ് മാപ്പിംഗ് സിസ്റ്റവും അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വ്യവസായവൽക്കരണത്തിൽ ധാതുക്കളുടെ നിർണായക പങ്ക് തിരിച്ചറിഞ്ഞ ഛത്തീസ്ഗഡ് സർക്കാർ ഈ മേഖലയിലും നയപരിഷ്കരണങ്ങൾ വരുത്തി. വ്യാവസായിക വികസനത്തിൽ നിർണായകമാണ് ധാതുക്കൾ. എല്ലാ പ്രധാന ധാതുക്കളും ഛത്തീസ്ഗഡിൽ സമൃദ്ധവുമാണ്. നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയും സംരംഭകത്വ സൗഹൃദമാക്കിയും പുതിയ മൈനിംഗ് നയം സർക്കാർ നടപ്പിലാക്കുന്നു. ഡിജിറ്റൽ നിരീക്ഷണം, ലേലം, പരിസ്ഥിതി സൗഹൃദ ധാതുഖനനം എന്നിവ ഉറപ്പാക്കുന്നു. തൊഴിൽ നയത്തിലെ പരിഷ്കരണവും ശ്രദ്ധേയമാവുകയാണ്. ഭൂപരിഷ്കരണവും പുതിയ വിനോദസഞ്ചാര നയവും ഛത്തീസ്ഗഡ് സർക്കാർ അവതരിപ്പിച്ചു. വ്യവസായികൾക്കും നികുതിദായകർക്കുമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സെൽ നിലവിലുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട വൻകിട ബിസിനസ്സുകാർക്കും ഗുണകരം. ചെറിയ കുറ്റങ്ങൾ ക്രിമിനൽ കുറ്റമല്ലാതാകുന്ന ജൻ വിശ്വാസ് ബിൽ പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. സർക്കാർ വകുപ്പുകളിൽ ഡിജിറ്റലൈസേഷൻ വേഗത്തിൽ നടപ്പാക്കിയ സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. ഭൂമി സംബന്ധമായ വിവരങ്ങളും ഇനി ഇതിൽ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും ഓൺലൈനായി അറിയാനാകും. ഓൺലൈൻ സ്വത്ത് രജിസ്ട്രേഷനും സുതാര്യ വ്യവഹാരത്തിനും ആരംഭിച്ച സുഗം ആപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമാകാൻ ഹരിത ഊർജത്തിന് സർക്കാർ നൽകുന്ന പ്രോത്സാഹനം വേറെയും. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് വിഷ്ണുദേവ് സായി സർക്കാരിൻ്റേത്. അഴിമതി വിരുദ്ധ ബ്യൂറോയും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും ഭാരത്മാല പദ്ധതിയിലെ അഴിമതി തുറന്നു കാട്ടിയത് ഉദാഹരണം. പൗരന്മാരുടെ ക്ഷേമത്തിലൂന്നിയ ഡബിൾ എഞ്ചിൻ ഭരണമാണ് ഇന്നത്തെ ഛത്തീസ്ഗഡിലേത്. തലസ്ഥാനത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ നവീകരണത്തിനായി യോഗം വിളിച്ച് ആഭ്യന്തര സെക്രട്ടറി. നിലവിലെ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും ചർച്ച ചെയ്യും. നാളെയാണ് യോഗം ചേരുക. തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണോ മോടി കൂട്ടുന്നതിനാണോ? എന്താണ് അവിടെ ഒരു സുരക്ഷാ ഭീഷണി? ഇടയ്ക്കിടെ പ്രകടനങ്ങൾ അങ്ങോട്ട് നടക്കുന്നുള്ളത് ശരിയാണ്, പക്ഷേ കാൽനട പോലും ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനമായി ആ വഴി മാറിയിരിക്കുകയാണ്. കവടിയാറിൽ നിന്ന് നന്ദൻകോട്ടിലേക്കുള്ള വഴിയിൽ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി പേർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇപ്പോൾ അവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കാൽനട, വെറും നട, സൈക്കിൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ നിർത്തി പരിശോധനയ്ക്ക് വിധേയമായൊക്കെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കോട്ടയ്ക്ക് ഇനിയും ഉയരം കൂട്ടാനാണോ അതോ ഇനിയും കർശനമാക്കാനാണോ? എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, എന്തൊക്കെയാണ് നവീകരണ പദ്ധതികൾ, എന്തൊക്കെയാണ് തെളിവുകൾ? രാജീവ്. ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള. ഏതായാലും ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വീണ്ടും ആഭ്യന്തര സെക്രട്ടറി യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ ഈ യോഗം ചേരും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണം, മോടി പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടികളാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത്. ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണവും മോടി പിടിപ്പിക്കലുമൊക്കെ യഥേഷ്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1,82,00,000 രൂപയാണ് ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലെ കർട്ടൻ മാറ്റുന്നതിൽ തുടങ്ങി കാലിത്തൊഴുത്ത് നിർമ്മാണം വരെ ഇത് നീളുന്നു. കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് മാത്രം 23 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായാണ്. അതായത് ക്ലിഫ് ഹൗസിൽ സെക്യൂരിറ്റി ഗാർഡ് റൂം
നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് 92 കോടി രൂപയാണ്. 92 കോടി രൂപ ചെലവഴിച്ചാണ് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ക്ലിഫ് ഹൗസിൽ നേരത്തെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഉള്ളപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആ സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനമില്ല. ഏതെങ്കിലും തരത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് ആളുകൾക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അനുമതി വാങ്ങണം. മാത്രമല്ല, റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും കർശനമായ വിലക്കുകളുണ്ട്. ആ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ക്ലിഫ് ഹൗസിൽ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ അത് ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ ചർച്ചകൾ നടക്കും. കാരണം ഇനിയുള്ള മാസങ്ങളിൽ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതിനൊപ്പമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല സംഘടനകളുടെയും ഭാഗത്ത് നിന്നും ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുകയും അത് ലാത്തിചാർജിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ SISF-നെയാണ് ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷാ ഡ്യൂട്ടികൾക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഈ റോഡുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും കടക്കും. അടുത്ത ഒരു വർഷം കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെയാണ് യോഗം ചേരുക. ആഭ്യന്തര സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ പങ്കെടുക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൻ്റെ രേഖകളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ യോഗം വിളിച്ചതിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രദീപ് പിള്ള. ശരി, ആർ രാജീവാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ആഭ്യന്തര സെക്രട്ടറി യോഗം വിളിച്ചിരിക്കുകയാണ്. വിഷയം ക്ലിഫ് ഹൗസിൻ്റെ നവീകരണവും സുരക്ഷയും ആണ്. മറ്റ് വാർത്തകളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ചില കമൻസ് ഈ രാജീവ് ഇപ്പോൾ പുറത്തുവിട്ട വാർത്തയെക്കുറിച്ച് സദാനന്ദൻ നെടുതലം പറയുന്നു. വീണ്ടും മോടികുട്ടി ഫണ്ട് തിരിമറിക്ക് കോപ്പുകൂട്ടാനുള്ള പരിപാടി തന്നെയാണ് പ്രദീപ് ജി എന്നാണ്. പ്രകാശം വേലുക്കുട്ടി പറയുകയാണ്, വള്ളംകളിയിലും ജിഹാദി കടന്നുകയറ്റമുണ്ട്. വള്ളംകളിയിൽ മതം കടന്നു കയറി. ഞാൻ പറയുന്നത് 2 വർഷത്തിനുള്ളിൽ മനസ്സിലാകും എന്നാണ് പ്രകാശൻ വേലുക്കുട്ടി പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അത്തരം വാർത്തകളിൽ കഴമ്പുണ്ടോ എന്നുള്ളത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു കർഷക. തൃശൂർ കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴി പറമ്പിൽ അബ്ദുൾ സലീമിൻ്റെ മകളായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ 100 മേനി വിജയം കൊയ്തത്. കാണാം. കഴിമ്പ്രം പാട്ടുകുളങ്ങര കാർത്തിയാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുകയാണ്. ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത്. ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 500 തൈ എടുത്തിട്ടാണ് ചെയ്തത്. തൈകൾ നമുക്ക് കൃഷിഭവൻ്റെ വഴിയാണ്. കൃഷിഭവൻ വഴി കിട്ടിയ തൈകളാണ് 500 തൈയാണ് ഞാൻ എടുത്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഇത് ചെയ്തു. പിന്നെ കുറേ സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച്. പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചു. പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അമ്പലത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നന്നായിട്ടൊക്കെ പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യാൻ എടുത്തത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 500 തൈയിൽ ഒതുക്കിയത്. അല്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സ്കൂളുകാർ, ആൽഫക്കാർ, അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ്. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയിൽ 100 മേനിയാണ് പാടത്ത് വിളഞ്ഞു നിൽക്കുന്നത്. ജനം, തൃശൂർ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു, പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തിന് മുഖ്യധാരാ പത്രങ്ങൾ, ചാനലുകൾ, മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തോ എന്ന് പ്രകാശം വേലുക്കുട്ടിയാണ് ചോദിച്ചത്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി.
8 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിക്കുന്നത്. 15ാമത് ഭാരത ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ടോക്കിയോയിലെ ഹോട്ടലിൽ ഭാരതീയ സമൂഹവുമായി അദ്ദേഹം സംവദിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നരേന്ദ്രമോദി ആദ്യം ചുമതലയേറ്റപ്പോൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ജപ്പാൻ. അന്ന് അദ്ദേഹം ജപ്പാനിലെ ഭരണകർത്താക്കളുമായി സ്ഥാപിച്ച സൗഹൃദം ഭാരത ജപ്പാൻ ബന്ധത്തിൽ, ഭാരതത്തിൻ്റെ രാജ്യാന്തര നിലപാടുകളിൽ, ഭാരതത്തിൻ്റെ രാജ്യാന്തര തലത്തിലുള്ള കരുത്തിന്, നയതന്ത്ര തലത്തിലൊക്കെ പുതിയ മാനങ്ങൾ നൽകുകയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെയായി ചേർന്ന് ഒരു സഖ്യകക്ഷി രൂപീകരണത്തിന് വരെ വഴി തെളിച്ചിരുന്നു. ഇപ്പോൾ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ. പ്രതിപിള്ള ഇന്നത്തെ സന്ദർശനത്തിൻ്റെ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയതിനു ശേഷം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏത് വിദേശ രാജ്യത്ത് സന്ദർശിക്കുമ്പോഴും അവിടെയുള്ള ഭാരതീയ സമൂഹവുമായി സംവദിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 11 വർഷക്കാലത്തെ വിദേശ സന്ദർശനത്തിൽ മുഴുവൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഊഷ്മളമായ ജനകീയ ബന്ധം അവിടെയും സ്ഥാപിക്കുക എന്ന ഒരു പ്രധാനമന്ത്രി, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം അല്പസമയം മുമ്പ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയാണ്. നമുക്കിപ്പോൾ നൽകാവുന്ന ഒരു പുതിയ വാർത്ത എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യണം. അതായത് ജപ്പാൻ്റെ ട്രേഡ് നെഗോഷിയേറ്റർ അമേരിക്കയിലേക്ക് ഇന്ന് യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു. അതായത് ഈ വാണിജ്യവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുടെ ഭാഗമായി അദ്ദേഹം യാത്ര ചെയ്യാനിരിക്കുകയായിരുന്നു. റൊയേസി അക്കസാവ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് എന്ന ഏറ്റവും സുപ്രധാനമായൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് വായിച്ചെടുക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ജപ്പാൻ്റെ ഒരു ട്രേഡ് നെഗോഷിയേറ്റർ അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി നീട്ടിവെച്ചിരിക്കുന്നു എന്ന കൃത്യമായൊരു സന്ദേശമുണ്ട്. ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള നിക്ഷേപ സംവിധാനങ്ങൾ ഭാരതത്തിൽ, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൽ ഈ സാങ്കേതികവിദ്യയുടെ ഭാഗത്ത്, ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ കാലത്ത് രംഗത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് ജപ്പാൻ. ആ ജപ്പാൻ്റെ $550 ബില്യൺ നിക്ഷേപ പദ്ധതി, ഭാരതത്തിലൊരു നിക്ഷേപ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളുടെ എല്ലാം തന്നെ ചർച്ചകളുടെ ഭാഗവുമായാണ് ഈ ട്രേഡ് നെഗോഷിയേറ്റർ റൊയേസി അക്കസാവ എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ വാർത്ത. അതുപോലെ അത്തരത്തിൽ ജപ്പാനിൻ്റെ സന്ദർശന വേളയിൽ തന്നെ ജപ്പാൻ ഭാരതവുമായി സംവദിക്കുന്നത് ഏറ്റവും ക്രിയാത്മകമായാണ് എന്നതിന് ഒരു തെളിവ് കൂടിയാണിത്. മറ്റു സുപ്രധാന വിഷയങ്ങളുണ്ട്. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അത് നാളെയാണ് ആ കൂടിക്കാഴ്ച നടത്തുക. ഇന്നും നാളെയുമാണ് ജപ്പാനിൽ അദ്ദേഹം ഉണ്ടാവുക. വലിയ തോതിലുള്ള നിക്ഷേപ പദ്ധതികളുടെ ഭാഗമായി നാളെ അദ്ദേഹം ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി സന്ദർശിക്കുന്നുണ്ട്. ആ സെമി കണ്ടക്ടർ ഫാക്ടറി ശരി, ഐസൻ ജോസ് ആണ് ഈ വിവരങ്ങളുമായി ചെയ്യുന്നത്. ഐസൻ, തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ ജപ്പാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയുടെ അവിടുത്തെ പരിപാടികളുടെ വിശദാംശങ്ങൾ ഉണ്ടാകും. പുത്തമ്പുലരിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. 9 മണിക്ക് ലൈവ് റിപ്പോർട്ട്സുമായി നിഖിൽ കുമാർ ചേരും. ഒട്ടനവധി വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. നമസ്തേ, ശുഭദിനം.